So, good evening all. നമ്മളൊക്കെ CUT-ന്റെ ജേണി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ നെയ്ത് കൂട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ. അതിനുശേഷം നാട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെയും വീട്ടുകാരുടെയും നമ്മുടെ കൊളീഗ്സിന്റെയും ഒക്കെ നല്ലൊരു പ്രഷർ കുക്കർ ആയിരുന്ന നമ്മുടെ +2 റിസൾട്ട് വന്നു. അങ്ങനെ ആ ഒരു ഭാരം ഒഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അന്തം വിട്ട് അങ്കലാപ്പോട് കൂടി നോക്കിക്കണ്ടിരുന്ന CUT പരീക്ഷ ഉണ്ടായിരുന്നു. ഒരു വെടിവെച്ച കേട്ടതുപോലെ എന്ത് ചെയ്തു, ഇതാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ CUT പരീക്ഷയും കടന്നുപോയി. ഒരു ഇതെല്ലാവരുടെയും പരീക്ഷ കഴിഞ്ഞു ആരും ഡൽഹിക്കാരൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തോടു കൂടി അവരുടെ പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇനി നമ്മുടെ മുമ്പിലുള്ളത് റിസൾട്ട് വരിക എന്നുള്ളതും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അന്തം വിടലും ഒരു ആകെ കൂടി ഒരു പുകമറയാണ് നമ്മുടെ മുമ്പിലുണ്ട്. സോ അതിലേക്ക് ആദ്യത്തെ അടിയും ഇടിയുമാണ് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. ഇത്ര പെട്ടെന്ന് വരുമെന്ന് നമ്മളും വിചാരിച്ചതല്ല. ഡൽഹിയുടെ CSAS പോർട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിങ്ങനെ റെഗുലർ ആയിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാണാൻ പോകുന്ന ഒരു സംഭവമാണ് CSAS എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒന്നുമില്ല, കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ലൈക്ക് നമ്മുടെ +2 ഒരു SW അല്ലെ, ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട് അല്ലെ +2 അലോട്ട്മെന്റ് നടക്കുന്നത്. ഇൻ ദ സെയിം വേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്, CSAS എന്നുള്ളത്, അഥവാ ഈ CSAS എന്നുണ്ട് UGക്ക് ഉണ്ട്, PGക്ക് ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ നിങ്ങളെ പോലെ തന്നെ ഇതേപോലെ വേറൊരു ലിസ്റ്റ് കാത്തിക്കുന്ന ഒരാളാണ്. ഞാൻ UG കഴിഞ്ഞ് PGയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇതേപോലെ CSASന്റെ PGയിൽ എന്റെ അപ്ലിക്കേഷനും രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്ന ഒരാളാണ്. സോ നമ്മള് ഏകദേശം ഒരേ വഞ്ചിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എനിവേ നമുക്ക് CSASന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ആളുകളെങ്കിലും നിങ്ങളുടെയൊക്കെ +2 പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വന്നതിന് ശേഷം അയ്യോ മെറിറ്റിൽ ഇനി നാട്ടിലെവിടെയും സീറ്റ് കിട്ടാൻ പോകുന്നില്ല, മാർക്ക് വളരെ കുറവാണ്, ഞാനാണെങ്കിൽ CUTക്ക് അപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ ജാമ്യ എഴുതാൻ കഴിഞ്ഞില്ല, അലിഗർ കൊടുത്തിട്ടില്ല, ഇനി അലിഗർ എങ്ങനെ എഴുതുക, അതൊരു ചാൻസ് ഇല്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക, NCETന്റെ അപേക്ഷ കഴിഞ്ഞു പോകും ചെയ്തു. അങ്ങനെ ആകെ കൂടി ഒരു അന്തം വിടൽ, ഇനി എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് ഇയർ എടുക്കണോ, ഇനി വല്ല ചാൻസും ഉണ്ടോ, എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ, എന്തെങ്കിലും എൻട്രൻസിന്റെ ഒരു ചെറിയ തരിമ്പെങ്കിലും ബാക്കിയുണ്ടോന്നൊക്കെ അന്വേഷിച്ച് അന്തം വിട്ടിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. ആദ്യമായിട്ട് ഓർക്കുള്ള ഒരു ചെറിയൊരു ആശ്വാസം, ചെറിയൊരു നാമ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാന്ന് തോന്നുന്നു. ചെറിയൊരു നാമ്പൊന്നല്ല ഇട്ട് തരുന്നത്, കുറച്ച് കനം കൂടിയ സംഭവം തന്നെയാണ്. നിങ്ങൾ പലരും അല്ലെങ്കിൽ NCERT-നെ പറ്റി കേട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ, NCERT എന്നുള്ള വാക്കോ അല്ലെങ്കിൽ ആ ഒരു അബ്രിവേഷനോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, നോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ ഇടാൻ കഴിയോ? ഓക്കെ, ബാക്കിയുള്ളവര് ഒരാളെ കേട്ടിട്ടുള്ളൂ, രണ്ടാള്, ബാക്കിയുള്ളവരൊന്നും കേട്ടില്ല. ഓക്കെ ഫൈൻ. നിങ്ങളൊക്കെ +2 ചിലപ്പം നമ്മളൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കാം, അഥവാ അധികം ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടൊക്കെ പഠിച്ചവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റി വരുന്ന ആളുകളാണെങ്കിൽ നമ്മളൊക്കെ +2 നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ്, നമ്മുടെ കരിക്കുലത്തിന്റെ അതുണ്ടാക്കുന്ന ഏജൻസിന്റെ പേരാണ് NCERT എന്ന് പറയുന്നത് അല്ലെ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ഈ NCERT അഥവാ പഠിക്കുക എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് NCERT വർക്ക് ചെയ്യുന്ന ഫീൽഡിന്റെ പേര്. ഈ NCERT നമുക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്നത്, നമുക്കുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ NCERT-ന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാവുന്നതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അത് ആര് പഠിപ്പിക്കണം എന്നുള്ളതും അവർക്ക് തന്നെ ഒന്നും കൂടി അറിയാം. ലൈക്ക് ഒരു സംഭവം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കുന്ന ആളുകൾ തന്നെ അത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ടീച്ചേഴ്സിനെ കൂടി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി ഉഷാറാവുമല്ലോ, ഒന്നുകൂടി അടിപൊളി പരിപാടി ആവൂലേ. അതാണ് ഞാൻ പറഞ്ഞൊക്കെ കൺഫ്യൂസ്ഡ് ആക്കിയൊന്നും അറിയില്ല. എനിവേ പറഞ്ഞു വന്നത് ഇതാണ്, NCERT നേരിട്ട് നടത്തുന്ന കുറെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക,
പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പെട്ട ആളുകളെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു 5 or 6 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ NCERT നേരിട്ട് നടത്തുന്നുണ്ട്. RIEകൾ എന്നാണ് അതിന്റെ പേര്. RIEകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയാം. ഇവിടെ മൈസൂര്, അതേപോലെ തന്നെ അജ്മീർ, ഭോപ്പാല്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിക്കൊണ്ടുണ്ട് RIEകൾ ഉണ്ട്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഈ RIEകളില് കുറെ എണ്ണം നമ്മുടെ NCET വന്ന സമയത്ത് എന്ത് ചെയ്തു, NCET പാർട്ടിസിപ്പേറ്റ് ചെയ്തു. NCET പരീക്ഷ എഴുതിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പല RIകളിലേക്കും കയറേണ്ടത്. എന്നാൽ ചില RIകൾ എന്ത് ചെയ്തില്ല, ഒരു പറഞ്ഞ് ഞങ്ങളെ പരീക്ഷകൾ അഥവാ ഒരു മുൻപ് എങ്ങനെയാണോ എൻട്രൻസ് വഴി, ഏത് എൻട്രൻസ് വഴിയാണോ അവര് അഡ്മിഷൻ എടുത്തിരുന്നത് അതേ എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ ഇനിയും എടുക്കുന്നതെന്ന് പറഞ്ഞു. എനിവേ കഥന്റെ ആകത്തുക ഇതാണ്. 31 തീയതി വരെ ഒരു പരീക്ഷയ്ക്കും കൂടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. പരീക്ഷന്റെ പേര് സോറി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കയറാൻ പറ്റുന്നത് ഈ പറഞ്ഞ RIകളിലാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് നോച്ച് ടീച്ചർ പ്രൊഡ്യൂസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അഥവാ പഠിപ്പിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ പ്രൊഡ്യൂസ് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പെട്ടിട്ടുള്ള RIകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിനുള്ള ലാസ്റ്റ് ഡേറ്റ് 31 തീയതിയാണ്. ഈ NTA പോലെ തന്നെയുള്ള മറ്റൊരു ഏജൻസി ഉണ്ട്, CEE എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് നടത്തുന്ന മറ്റൊരു ഏജൻസിയാണ്. അവരാണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള വളരെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞാൽ നിങ്ങൾ CUETക്കൊക്കെ അപേക്ഷിച്ച ആളുകളാകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരെ ഒരു കോംപ്ലക്സ് അല്ലാത്ത ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് CEന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, CEE NCERT 2024 എന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നേരിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരുന്ന ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് CEന്റെ വെബ്സൈറ്റ് ആയിരിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴത്തായിക്കൊണ്ട് അതിന്റെ പ്രോസ്പെക്ടസ് കാണാൻ കഴിയും. അതേപോലെ തന്നെ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് കാണാൻ കഴിയും. BA BEd ഉണ്ട്, BSc BEd ഉണ്ട്, BEd മാത്രം ഉണ്ട്, അതേപോലെ തന്നെ BCom BEd ഉണ്ട്, ഇനി BEd MEd ഇന്റഗ്രേറ്റഡ് വേണമെങ്കിൽ അതുണ്ട്. ഇങ്ങനെ പല കൈൻഡ് ഓഫ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് CE.ncert.gov.in എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് കയറാൻ കഴിയും. ഓക്കെ ഫൈൻ, ഞാൻ സൈറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈറ്റ് ടൈപ്പ് ചെയ്തിടാം. നിർബന്ധമായിട്ടും എന്ന് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ബാക്കി പരീക്ഷകൾ എഴുതി ഇനിയുള്ള അതിൽ വലിയ പ്രതീക്ഷ അല്ല, അല്ലെങ്കിൽ കുറെ പരീക്ഷകൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, കയറാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് 31 ദിസ് മന്ത്, അഥവാ മറ്റന്നാളോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഡേറ്റ് കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. സോ അങ്ങനെ ഒരു എൻട്രൻസിനും കൂടി ഉള്ള ഒരു ചെറിയൊരു ലാസ്റ്റ് നാമ്പ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് വെറുതെ ഉള്ള ഒരു നാമ്പല്ല. ഞാൻ പറയുമ്പോൾ എന്തോ അവസാനം കിട്ടുന്ന സാധനങ്ങളൊക്കെ ലോക്കൽ സാധനങ്ങളാണെന്നുള്ള നമ്മൾ ഒരു പ്രിജുഡിസ്ഡ് മൈൻഡ് ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഒരിക്കലും CEനെ എന്ത് ചെയ്യരുത്, അപ്രോച്ച് ചെയ്യരുത്. വൺ ഓഫ് ദി ബെസ്റ്റ്, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ തന്നെ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് മാത്രം ഉണ്ടാക്കിയ അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ കഴിയുന്നവരൊക്കെ CEക്ക് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 31 തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഭയങ്കര സിമ്പിൾ പറഞ്ഞാൽ CUETക്കൊക്കെ അപേക്ഷിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എളുപ്പമായിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഏതൊക്കെയെന്ന് കാണാം, കോഴ്സസ് ഓഫേർഡ് ഏതൊക്കെ കാണാം, അവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് സ്റ്റെപ്പ് പോലും വ്യക്തമായിട്ട് ആ പ്രസന്റേഷനിൽ പറയുന്നുണ്ട്. സോ വേറൊരു വീഡിയോ എന്തെങ്കിലും കാണേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കാണാൻ കഴിയും. സോ ഞാൻ വെബ്സൈറ്റ് താഴെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, CEENCERT.gov.in. ഓക്കെ, അപ്പൊ അതിൽ കയറുക, അപേക്ഷിക്കേണ്ടവർ എന്ത് ചെയ്യുക, ബാക്കി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ സാധനങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്? എന്താണ് പറയേണ്ടത്, ആരാണ് ചോദിച്ചത്? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും നന്നാവുന്നു. എനിക്ക് കമന്റ് ബോക്സ് എല്ലാതും മനസ്സിലാവുന്നില്ല. സിലബസ് ഓരോന്നിനും ഓരോന്നാണ്. BSc BEdും BA BEdും ഓരോന്നും ഓരോ സംഭവങ്ങളാണല്ലോ. CUET എന്താ അവസ്ഥ എന്ന് പറയാമോ? അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെ പറ്റി. ആരാ എന്തോ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ടോ? പറഞ്ഞോ. എന്തോ പറഞ്ഞോ? ഇല്ല? ഓക്കെ ഫൈൻ. സോ ലാസ്റ്റ് ഡേറ്റ് 31 തീയതിയാണ്. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. സിലബസ് എന്താണെന്നുള്ളത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്, സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളത്, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ ജസ്റ്റ് വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് കയറി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിക്കൊണ്ട്
നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിഇയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ RI-കളിലേക്കുള്ള എൻട്രൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ടാണ് ഞാൻ സാർ ഒരു ഡൗട്ട് ഉണ്ട്. പറയും. ലൈക്ക് അത് ഇപ്പൊ നമ്മള് BA BEd ചെയ്തു എന്ന് വെക്കാം. അതിപ്പം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണോ വരിക, അല്ലെങ്കിൽ അത് NCERT എന്ന് പറഞ്ഞ ബോർഡിന്റെ അണ്ടറിലുള്ള ഒരു ഇതായിട്ടാണ് വരിക? അപ്പൊ ലൈക്ക് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ആ സർട്ടിഫിക്കറ്റിനെ കൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അത് എടുത്തതിന് ശേഷം എനിക്ക് ടീച്ചിങ് താല്പര്യമില്ല എന്ന് തോന്നുകയാണ്, വേറൊരു ഫീൽഡിലേക്ക് എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ഡിഗ്രീന്റെ വാല്യൂ കിട്ടുമോ എന്നൊന്ന് ക്ലിയർ ആക്കി തരാൻ പറ്റും? ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ഈ RI-കളിലുള്ള ഈ ഡിഗ്രികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്, നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഈ ഡ്യുവൽ മേജർ ഡിഗ്രി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇന്നത്തെ NEP-ന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഡ്യുവൽ ഹോളിസ്റ്റിക് മേജർ ഡിഗ്രീസ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോ ആ ജായി ഡിഗ്രീസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോണത്, ഇത് കഴിഞ്ഞാൽ കിട്ടാൻ പോണത്. സോ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ BA 1-2 ഡൊമൈനുകളിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ബിരുദം കിട്ടും, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലേഴ്സ് അതിലുണ്ടാകും. പ്ലസ് നിങ്ങളുടെ ടീച്ചിങ് എന്തുണ്ടാവും, BEd എന്നുള്ള എഡ്യൂക്കേഷനിലുള്ള നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ കിട്ടും. സോ എഡ്യൂക്കേഷൻ ഡിഗ്രി നിങ്ങൾക്ക് അതിന്റെ കൂടെ കിട്ടുന്ന ഒരു അഡീഷണൽ സംഭവം ആയിക്കൊണ്ട് വിചാരിച്ചാൽ മതി. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സംഭവങ്ങൾ എന്തുണ്ട് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഡിഗ്രി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ എങ്ങോട്ടേക്കാണ് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, CSAS എന്താന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് വരാം, ഞാൻ ആരെങ്കിലും എൻട്രൻസുകൾ എന്തെങ്കിലും മിസ് ചെയ്ത് പോവുകയോ എന്തെങ്കിലും ചാൻസുകൾ ഒഴിവായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹോപ്പ് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. സോ കഴിയുന്നവരൊക്കെ ഈ ത്രെഡ് പിടിച്ച് കയറാൻ വേണ്ടി നോക്കാം. കൂടുതൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താം. ഞാൻ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇനി വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ എടുത്ത് ഇട്ട് തരാം. നമുക്ക് ഡിസ്കഷൻ ബാക്കി ഗ്രൂപ്പിൽ നടത്താമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ മൈൻഡിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സൂചിപ്പിച്ചതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ എക്സാം എഴുതാൻ +2 പാസ്സാവണം വേണം. +2 ഓരോന്നും ഓരോ കോമ്പിനേഷൻ ആണ്. ഇപ്പം BSc BEd തന്നെ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. അതിന്റെ മാർക്ക് ആയിരിക്കും അതിൽ പരിഗണിക്കുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഇനിയിപ്പോ ബയോളജി CBC എന്നുള്ള സാധനം, അഥവാ കെമിസ്ട്രി ബയോളജി സുവോളജിയോ ബയോകെമിസ്ട്രി സുവോളജിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും നിങ്ങളുടെ ഡൊമൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി BA BEd ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാ സംഭവങ്ങളായിരിക്കും, സാധാ നിങ്ങളുടെ ഡൊമൈൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എന്താണ് ആ ക്രൈറ്റീരിയ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൈറ്റിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഹോപ്പ് ആണെന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് അല്ല ആർക്കും അറ്റൻഡ് ചെയ്യാട്ടോ. അഥവാ ഇത് പുതിയൊരു സാധനമാണ്. നിങ്ങൾ CUET ഒക്കെ അപേക്ഷിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഈ പരീക്ഷയൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ എന്ത് ചെയ്യണം, A to Z ഫസ്റ്റ് തൊട്ടിട്ട് ചെയ്യണം. ഓക്കെ, ആരോ ഹാൻഡ് റൈസ് ചെയ്തോ? പിന്നെ സാർ ഒരു ഡൗട്ട്, അതായത് ഇതിന്റെ ഇയർ എത്രയാണ്, കോഴ്സിന്റെ ഇയർ എത്ര വരിക? 4 year ഡിഗ്രീസ് ആണ് കേട്ടോ. ഹലോ, 4 year ഡിഗ്രീസ് ആണ്, 4 വർഷത്തെ ഡിഗ്രീസ് ആണ്. ഇത് NEP വരുന്നതിന് മുൻപ് FY രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുൻപ് BEd BA ഇന്റഗ്രേറ്റഡ് BSc BEd ഇന്റഗ്രേറ്റഡ് കോഴ്സുകളായിക്കൊണ്ട്, അഥവാ NCET എന്താണോ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത് വളരെ കാലം മുൻപ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് RIs അല്ലെങ്കിൽ CE വഴിയുള്ള എൻട്രൻസുകൾ എന്ന് പറയുന്നത്. സോ അതിലേക്കുള്ള ചാൻസ് ആണ് ഇപ്പൊ നടന്നുകൊടുക്കുന്നത്. ഇത് പോരാതെ UG കഴിഞ്ഞ ആൾക്കാരുടെ കൺവേർട്ടിനുള്ള ഓപ്ഷൻസും സംഭവങ്ങളൊക്കെ അവിടെ ഇതേപോലെ തന്നെ ബാക്കിയുണ്ട്. ഏജ് ലിമിറ്റ് ഒന്നും അങ്ങനെ പറയുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും സ്പെസിഫിക് കോഴ്സുകൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സെന്ററുകൾക്ക് കീഴിലുള്ളതിനൊക്കെ ചിലപ്പോൾ ഏജ് ലിമിറ്റ് പറയുമായിരിക്കും, അല്ലാതെ ഒന്നുമില്ല. ഓൾറെഡി NCET-യിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുത്തതല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല, എല്ലാ RI-കളും ഒന്നില്ല NCET-യിൽ വന്നതല്ല. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ, ചില RI-കൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, NCET-യിൽ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും അതിൽ വന്നിട്ടില്ല. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തു, ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബാക്കി സംഭവങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ, സാർ ഇപ്പോൾ ഇത് ഏത് RI കൊടുക്കാനുള്ളതാണ്? RI ഭോപ്പാൽ പോലുള്ള, RI മൈസൂർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ളതാണ് കേട്ടോ. ഇത് രണ്ടാം എക്സാമ്പിൾ പറഞ്ഞതാണ്. വേറെ ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടി ഇതിൽ ഉൾപ്പെടെയാണ്. ഓക്കെ, ഇത് 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിൽ കൊടുക്കാതെ, രണ്ടെണ്ണല്ലേ ഉള്ളൂ എന്ന് കരുതരുത്. കാരണം അവിടെയുള്ള കോമ്പിനേഷന്റെ എണ്ണവും അവിടെയുള്ള യൂണിറ്റുകളുടെ എണ്ണം, യൂണിറ്റ് പറഞ്ഞാൽ അവിടെയുള്ള
ബാച്ചുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. BSc B.Ed-ഉം BA B.Ed-ഉം അതിന്റെയൊക്കെ വെറൈറ്റി ഓഫ് കോമ്പിനേഷനും ഈ പറഞ്ഞ BCom B.Ed-ഉം B.Ed M.Ed അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള BA M.Ed കോഴ്സുകളുണ്ട്. നിങ്ങൾ BA പഠിക്കും, അത് കഴിഞ്ഞിട്ട് B.Ed കിട്ടും, പ്ലസ് M.Ed കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന 5 വർഷത്തെ കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ BSc M.Ed കോഴ്സുകളുണ്ട്. 3 വർഷത്തെ നിങ്ങൾ BSc കഴിഞ്ഞ് B.Ed-ഉം M.Ed-ഉം എടുത്ത് ഇറങ്ങുന്ന രൂപത്തിൽ ടീച്ചിങ്ങിന്റെ എല്ലാവിധ വെറൈറ്റി സാധനങ്ങളും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 എഡ്യൂക്കേഷൻ സ്ട്രീമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ചെയിൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് RIS എന്ന് പറയുന്നത്. സോ കഴിയുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാം, RIS-നെ പറ്റി നോക്കാൻ ശ്രമിക്കുക. ഏകദേശം അരമണിക്കൂർ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ CSAS-നെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പതുക്കെ മൂവ് ചെയ്യാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് ഗൈഡന്റെ ഗ്രൂപ്പ്സിൽ ചോദിക്കാം, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, ഞാൻ പതുക്കെ CSAS-ലേക്ക് കയറാണ്. ബാക്കി ഡൗട്ടുകൾ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താന്നുള്ളതാണ്. CSAS ഭയങ്കരമായിട്ട് കുറെ ആൾക്കാർ മുട്ടി നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് CSAS എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ കുറെ പ്രിപ്പയർ കഴിഞ്ഞു. നമ്മളടുത്ത് ഇപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാല്, പണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എത്രയിലാ പഠിക്കണത്, എന്താ ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 11-ലാ പഠിക്കണത്, 12-ലാ പഠിക്കണത്, ഇന്ന സ്കൂളിലാണ് പഠിക്കണത് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ മറ്റേ സാഡ് BGM ഒക്കെ ഇട്ടിട്ട് നമ്മളെ സ്കൂൾ ലൈഫ് മിസ് അടിച്ചിരിക്കുകയാണെന്നുള്ള ആ ഒരു വൈബിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മ്യൂട്ടാക്കിയാല് കുറ്റം പറയുന്നത് മൈക്ക് മ്യൂട്ടാക്കണ്ടേ, എന്താണ്. പിന്നെ എന്താ പറഞ്ഞു വന്നത്, എന്തോ പറഞ്ഞു മറന്നുപോയി. പിന്നെ നമ്മള് ഇനി 2-3 മാസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാണ്ടാകുക, ഏതോ സ്ഥാപനത്തിൽ നമ്മൾ എന്ത് പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്, ഫസ്റ്റ് സെമസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഫസ്റ്റ് ഇയർ ആണ് എന്നൊക്കെയുള്ള നമ്മളൊക്കെ ആകെ നമ്മളെ എഡ്യൂക്കേഷൻ സാധനം മാറുകയാണ് അല്ലെ. നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് കയറുകയാണ് അല്ലെ. മൂഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുതിയൊരു സംഭവത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ് അല്ലെ. അതിന്റെ ആദ്യ പടിയാണ് ഈ പറഞ്ഞിട്ടുള്ള CSAS എന്ന് പറയുന്നത്. നമ്മളിപ്പോ CUET എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് ലിസ്റ്റ് കിട്ടും, ഒരു സ്കോർ കാർഡ് കിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത പ്രധാനപ്പെട്ട ടാസ്ക്. സ്വാഭാവികമായിട്ടും അതിനുള്ള ഉത്തരമാണ് CSAS ആദ്യമായിട്ട് നമുക്ക് തരുന്നത്. ബാക്കി യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഉത്തരം തരും, പക്ഷെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് മാത്രം. നമുക്ക് CUET അറ്റൻഡ് ചെയ്യുക വഴി നമുക്ക് കിട്ടിയ ഈ സ്കോറും ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ തരുമോ എന്ന് ചോദിക്കാം. അതാണ് ഇനി അങ്ങോട്ടുള്ള ഒരു മാസക്കാലം നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആദ്യമായിട്ട് ആ പ്രോസസ്സ് തുടങ്ങിയത് DU ആണെന്ന് മാത്രം. ആ DUത്തെ ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്, CSAS എന്ന് പറയുന്നത്. CSAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മൈക്ക് ഡെയിലി മ്യൂട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടാണ്. പിന്നെ സോ നമ്മൾ ഇനി എന്താണ് ഇതിന് ശേഷമുള്ള ഒരു കോമൺ സാധനമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് CUETന്റെ സ്കോർ കാർഡ് കിട്ടും. അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയിക്കൊണ്ട് നമ്മൾ ചോദിക്കും, എനിക്ക് എന്ത് ചെയ്യോ, എനിക്ക് എന്റെ ഈ കോഴ്സ് അവിടെ അഡ്മിഷൻ തരുമോ, നമ്മൾ ഈ സ്കോർ ആയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങളെ സ്കോർ നോക്കിയിട്ട് പറയും സ്കോർ പോരാ, കുറച്ചുകൂടി സ്കോർ വേണമെന്ന് വേണ്ടി ചിലപ്പോൾ നമ്മൾ റിജക്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ആ കോഴ്സിൽ അഡ്മിഷൻ തരും. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ CSAS-ലേക്ക് ഒന്ന് ചുരുങ്ങിക്കൊണ്ട് നമ്മൾ ലെൻസ് ഒന്നും കൂടി CSAS-ലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറയാം. ഇതിപ്പോ CUETന്റെ റിസൾട്ട് സ്കോർ വന്നില്ലല്ലോ, പ്ലസ് ടു സ്കോർ വന്നിട്ടില്ല. അതുകൊണ്ട് അല്ല, അപ്പം ഇപ്പോഴേ ഈ CSAS തുടങ്ങിയ എന്താ? അതിനുള്ള ഉത്തരം ഒരു കണക്കിന് ചോദിച്ചു കഴിഞ്ഞാല് CUETന്റെ സ്കോർ വന്നിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. പക്ഷെ ഇത് കുറച്ച് നീളം കൂടിയ പ്രോസസ്സാണ്. അതായത് കുറച്ച് സമയം എടുക്കും ഈ സംഭവങ്ങൾ കഴിയാന് തീരാനൊക്കെ വേണ്ടിയിട്ട്. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചധികം പണിയെടുക്കാനുണ്ട് ഈ CSAS-ഉമായി ബന്ധപ്പെട്ടിട്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ DUന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ NTAന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സമർത്ഥ് പോർട്ടലിൽ നിങ്ങൾ CUETക്ക് ഒരു പോർട്ടൽ ഉണ്ടാക്കി,
പ്രൊഫൈൽ ഉണ്ടാക്കിയില്ലേ? ഇൻ ദ സെയിം വേ നിങ്ങൾ യുഒഡിന്റെ സൈറ്റിൽ കയറിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ അഡ്മിഷന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കി അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ ബാക്കി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളത്, 10ാം ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ബാക്കി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പേയ്മെന്റ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഫേസ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഫേസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഫേസ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ CUET-ന്റെ റിസൾട്ട് വന്നതിന് ശേഷം നടക്കുന്നതാണ്. ശരിക്കും അപ്പൊ തുറന്നാൽ മതി, പക്ഷെ അപ്പൊ അതെല്ലതും കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യൽ നടക്കൂല. കാരണം കുറേ യൂണിവേഴ്സിറ്റീസ് ആ സമയത്ത് കോൾ ഫോർ ചെയ്യും, അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. അപ്പം അത് കൊടുക്കേണ്ടി വരും. അതിന്റെ ഇടയിൽ കൂടി DUന്റെ ഈ 3-4 ഫേസ് ഉള്ള ഈ അപ്ലിക്കേഷൻ കൂടി നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യൂല, കൂട്ടിയാൽ കൂടൂല. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് 6-8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് CUET എന്ന് പറയുന്നത്. അതിൽ DUന്റെ ഈ ഒരു പ്രൊസീജിയർ ഏകദേശം ഒരു 1 month 1.5 month നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടക്കാൻ പോണത് എന്ന് എന്ത് ചെയ്യണ്ട, ആരും തെറ്റിദ്ധരിക്കണ്ട. CUET എഴുതിയവർക്ക് മാത്രമേ ഇതിന് പറ്റുള്ളൂ. സംശയം പറയാൻ തീർത്തരാം. ഓക്കെ, നിങ്ങൾ മാർക്ക് ബേസ് ചെയ്തിട്ടാണ്, +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് DU എടുക്കുന്നത് എന്നൊന്നും ആരും ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. CUET-ന്റെ മാർക്ക് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഒരു കുറച്ച് റിസൾട്ട് വരുന്നതിന്റെ ഒരു ലേശം മുൻപായിക്കൊണ്ട് ഒരു തുടങ്ങിയെന്നുള്ളൂ. 2 ആഴ്ച കൊണ്ട് നിങ്ങളെ CUET-ന്റെ റിസൾട്ട് എന്ത് ചെയ്യും, വരും. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവും. ഓക്കെ, സോ എന്താണ് CSAS എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. CUET എഴുതിയ വിദ്യാർത്ഥികളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിൽ എന്ത് ചെയ്യണം, കയറി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. CUET വെച്ചിട്ടാണ് എടുക്കുന്നത്. CUET എന്ന് പറയുന്ന പരീക്ഷ, എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും നിർബന്ധമായിട്ടും CSAS പോർട്ടലിൽ CSAS UG 2024 പോർട്ടലിൽ കയറ്റി നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ഫേസ് നീണ്ടു കിടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് CSAS-ന്റെ ഇമ്പോർട്ടൻസ്. CUET-ൽ നിങ്ങൾ DU കൊടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യൂല, അഡ്മിഷൻ കിട്ടില്ല. എവിടെ കൂടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിൽ കയറിയിട്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഡൽഹി യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും CSAS പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ആദ്യത്തെ പാഠതാണ്. ഓക്കെ, അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആസ്പിരൻസ് ഒരുപാട് ആളുകൾ ഉണ്ടാകും, പല കോഴ്സുകൾ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അവരൊക്കെ നിർബന്ധമായിട്ടും നാളെ തന്നെ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ തന്നെ, ഈ ഫസ്റ്റ് വീക്ക് തന്നെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിന്റെ CSAS പോർട്ടലിൽ കയറുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഫീ പേയ്മെന്റ് അടക്കമുള്ള നിങ്ങളുടെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, പൂർത്തിയാക്കി വെക്കുക. ഈ ഫീ പേയ്മെന്റ് വരെയുള്ള ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് ഫേസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മൊത്തം എങ്ങനെയാണ് CSAS-ന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞുതരാം. മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് CSAS പ്രൊസീജിയർ നടക്കുന്നത്. ഒന്നാമത് ആദ്യം ഇപ്പൊ വിളിച്ചിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് UOD-ന്റെ സൈറ്റിൽ കയറി. UOD എന്ന് പറഞ്ഞാൽ UOD, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്നാട്ടോ അതിന്റെ അർത്ഥം. DUന്റെ വേറെ തിരിച്ചിട്ടൊരു ഫോമാണ്. സോ UOD-ന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഫേസ്. ഇപ്പൊ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. ചില ആൾക്കാർക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ കോട്ട കൊടുക്കാനുണ്ടാവും, ഇതിന്റെ പേയ്മെന്റ് നടത്താനുണ്ടാവും. ഈ പറഞ്ഞ ഒരു 6-7 ഫീൽഡുകൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നടത്തി കഴിഞ്ഞാൽ CSAS-ന്റെ ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് റിസൾട്ട് വന്നതിന് ശേഷം, CUET-ന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ഒരുപാട് കോളേജുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു എണ്ണം പറഞ്ഞു തരാണെങ്കിൽ ഏകദേശം ഒരു 10-79 കോളേജുകളിലായിക്കൊണ്ട് എനിക്ക് തോന്നുന്നത് എത്രയാണ്, 79-79ഓളം UG പ്രോഗ്രാംസ് DU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UG പ്രോഗ്രാംസ് അറിയുമ്പോൾ എങ്ങനത്തെ BA പ്രോഗ്രാമുകളല്ല പറയുന്നത്. ഇപ്പോൾ നമ്മള് BA ഹോണേഴ്സ് സുവോളജി, BA ഹോണേഴ്സ് സൈക്കോളജി, അല്ലെങ്കിൽ BA ഹോണേഴ്സ് ഹോം സയൻസ്, അല്ലെങ്കിൽ BA ബയോടെക്നോളജി എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ടല്ലോ. ഇങ്ങനത്തെ
69 കോഴ്സുകൾ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ 183 BA പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 183 BA പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി, BA ഇൻ സൈക്കോളജി ആൻഡ് ഹിസ്റ്ററി, BA ഇൻ സംസ്കൃത് ആൻഡ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ 2 മേജറുകളുള്ള രൂപത്തിലുള്ള ഡിഗ്രികൾ, അങ്ങനത്തെ BA പ്രോഗ്രാമുകൾ, അത് വേറെ 183 ഉണ്ട്. ഇങ്ങനെ 69 കോളേജുകളിലായിക്കൊണ്ട് 79 + 183 കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകളിൽ നിങ്ങൾക്ക് ചിലപ്പം ഹിന്ദു കോളേജിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് മിറാണ്ടയിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് അതൊന്നും ആവില്ല ഇഷ്ടം, രാംജാസിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് അതാവില്ല എക്കണോമിക്സ് ആയിരിക്കും വേണ്ടി വരും, SRCCയിൽ എക്കണോമിക്സ് വേണ്ടി വരും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ഷെയ്ഖ് സുഖ്ദേവ് കോളേജ് എക്കണോമിക്സ് വേണ്ടി വരും, ചില ആൾക്കാർ അത് പറ്റൂല, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ എക്കണോമിക്സ് വേണ്ടി വരും. ഇങ്ങനെ പലയിടത്തായിക്കൊണ്ടായിരിക്കും നമ്മുടെ ആവശ്യം വരിക. അപ്പൊ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് അതാണ്. ലൈക്ക് നമ്മൾ +2 എന്ത് ചെയ്തു, നമ്മൾ പ്രിഫറൻസ് കൊടുത്തു അല്ലെ. എങ്ങനെ എനിക്ക് നമ്മളൊരു സ്കൂളിന്റെ കോഡ് ഉണ്ടാകും. ഇപ്പൊ എനിക്ക് GVHSS മലപ്പുറത്തിൽ എന്ത് ചെയ്യണം, ഇന്ന ഒന്നാമത്തെ കോഴ്സ് കോഡ് ആയിട്ടുള്ള ബയോളജി സയൻസ് കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തില്ലേ. ഒരു സ്കൂളും പ്ലസ് അവിടുത്തെ ഒരു കോഴ്സ് കോമ്പിനേഷനും ഒരു സ്ട്രീമും നമ്മൾ ചൂസ് ചെയ്തു അല്ലെ. ഇൻ ദ സെയിം വേ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഇന്ന കോളേജിലെ ഇന്ന കോഴ്സ് എനിക്ക് വേണം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർക്ക് സൈക്കോളജി ആയിരിക്കും വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, സൈക്കോളജി ചൂസ് ചെയ്യും. സൈക്കോളജി ഇന്ന കോളേജിലെ സൈക്കോളജി എനിക്ക് വേണം. അടുത്ത രണ്ടാമതായിക്കൊണ്ട് ഇന്ന കോളേജിലെ സൈക്കോളജി എനിക്ക് വേണം. അങ്ങനെ സൈക്കോളജിന്റെ ഒരു 5-6 കൊടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെ സെക്കൻഡ് കോഴ്സ് ഏതായിരിക്കും, ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് കൊടുക്കും അടുത്ത പ്രിഫറൻസ്. ഇങ്ങനെ പ്രിഫറൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ കൊടുത്തു, നിങ്ങളുടെ ഓർഡർ ഒക്കെ കൊടുത്തു. എനിക്ക് ഇന്ന ഓർഡറിലാണ് യൂണിവേഴ്സിറ്റീസ് വേണ്ടതെന്നുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിന്റെ ഒരു സൂചനകൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കൈമാറി. ഇതിന് ശേഷം നമ്മുടെ അലോട്ട്മെന്റ് വരിക എന്നറിയില്ലേ +2ന്റെ. ഇപ്പൊ ഇന്നോ ഇന്നലെയോ ഒക്കെ ആയിക്കൊണ്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നു +1ന്റെ. അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ് പുറത്തുവിടും. ഒരു പറയും ഓക്കെ, നിങ്ങളുടെ മാർക്കൊക്കെ പരിഗണിച്ചിട്ട്, നിങ്ങളുടെ റിസർവേഷൻ ഒക്കെ പരിഗണിച്ചിട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം ഒരു പറയും നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ കൊടുത്തത് തരാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല, പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഷെയ്ഖ് സുഖ്ദേവ് കോളേജിലുള്ള BA ഓണർ സൈക്കോളജി നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അലോട്ട് ചെയ്ത് തരും. അതാണ് മൂന്നാമത്തെ ഫേസ് ആയിട്ടുള്ള അലോട്ട്മെന്റ് അല്ലെങ്കിൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഫേസ് ആണ് CSASന് പ്രധാനമായിട്ടുള്ളത്. ജസ്റ്റ് റഫായിട്ട് ആർക്കെങ്കിലും നേരത്തെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഓൽക്ക് വേണ്ടി പറഞ്ഞതാണ്. 3 ഫേസ് ആയിക്കൊണ്ടാണ് CSAS നടക്കുന്നത്. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നു, രണ്ടാമതായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് ലിസ്റ്റ് കൊടുക്കുന്നു, മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ അലോക്കേഷൻ നടത്തുന്നു. ഓക്കെ, ഇത് 3ഉമാണ് പ്രധാനപ്പെട്ട ഫേസുകൾ എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ ഫേസിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. വലിയൊരു പ്രൊസീജിയർ ഒന്നുമില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറാം. അവിടെ പോയി കഴിഞ്ഞാൽ CSAS UG 2024 നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ലിങ്കുകൾ കാണാൻ കഴിയും. ഒന്ന് രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് കാണാൻ കഴിയും നിങ്ങൾക്ക്, തൊട്ട് മുകളിലായിക്കൊണ്ട് UG CSAS 2024 എന്ന് കാണാൻ കഴിയും. ആ രണ്ടും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ളതാണ്. അതിൽ രജിസ്ട്രേഷൻ ലിങ്ക് മാത്രം ക്ലിക്ക് ചെയ്താണ്ട് എന്ത് ചെയ്യരുത്, പോരരുത്. അതിന്റെ മുകളിലുള്ളതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും എഴുതിയ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഇംഗ്ലീഷിലാണ്, കുറച്ചും കൂടി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിൽ എഴുതിയതാണ്. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരുന്നതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ CSASന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വായിക്കാം. ഗ്രൂപ്പ്സിലൊക്കെ ഓൾറെഡി ഷെയർഡ് ആണത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ അഡ്മിഷൻ പോർട്ടലിലേക്ക് പോകാൻ കഴിയും. ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് ഓർ നോ പറയേണ്ടിയിരുന്നു. കാരണം എനിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. സോ ഒന്ന് പറയണേ. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് പറയോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യേണ്ടത്, വെബ്സൈറ്റിൽ കയറാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഇത് ഓപ്പൺ ചെയ്യുക. എന്താ പറയാ, ഒരു ടാബ് ഓപ്പൺ ചെയ്യുക. കാണുന്നില്ല?
കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. ആണ് കാണുന്നത്. കാണുന്നില്ല. ഡ്യൂട്ടിയിൽ ഓരോരുത്തർ ഉറച്ചിക്കടാ, കുറെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളെ കാണുന്നുണ്ട്, സ്ക്രീന് കാണുന്നില്ല. നിങ്ങളെ ഇതിനെ നിങ്ങളെ സുന്ദരമായ മുഖം കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നില്ല. എന്റെ മുഖം വേണ്ട, ഈ സ്ക്രീനാണ് കാണേണ്ടത്. അത് ശരി, ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു സെക്കൻഡേ. ഞാൻ കോളേജിലല്ല ഉള്ളത്, നാട്ടിലാണ് ഉള്ളത്. സോ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല, അതുകൊണ്ട് ഫോണിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കാണ്. എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കാണുന്നുണ്ടോടാ? ഇല്ല. ഇല്ല, താങ്ക് യു. നിങ്ങൾക്ക് ഭാഗ്യമല്ല, പോയോടും. ഞാൻ പറഞ്ഞുതരാം. സോറി, ശരിയാവണില്ല. പിന്നെ സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലൊന്ന് കയറിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് അടിക്കുക. ഒന്നുകിൽ UOD-ന്നോ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്നോ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടിക്കാവുന്ന ഇതാണ് CSAS UG 2024 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങളെ മുമ്പിൽ വരിക എന്താണ്, admission.uod.ac.in എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരിക. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലിങ്ക് കാണാൻ പറ്റും. UG CSAS 2024 കാണാൻ പറ്റും, രജിസ്ട്രേഷൻ ലിങ്ക് എന്നിട്ട് താഴെ നിന്ന് കാണാൻ പറ്റും. മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുക. താഴത്തേൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ നേരെ എന്ത് ചെയ്യും, അഡ്മിഷന്റെ ഒരു പോർട്ടലിന്റെ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിന്റെ മുകളിൽ തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നേരെ ന്യൂ രജിസ്ട്രേഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ എഴുതിയ വേറൊരു ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയാൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേറെ മൊബൈൽ നമ്പർ ഒരു സാധനവും വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി CUETക്ക് അത്ര വലിയൊരു പ്രൊസീജിയർ എടുത്തതല്ലേ. അപ്പൊ ഇവിടെ വലിയ പണിയൊന്നും എടുക്കാനല്ല. ജസ്റ്റ് നിങ്ങളുടെ CUETന്റെ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും, ഇത് രണ്ടും മാത്രം മതി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ. രണ്ടും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആയിക്കൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്നുണ്ടാവും. മുകളിൽ നിങ്ങളുടെ എന്താ പറയാ CUETന്റെ അപ്ലിക്കേഷൻ നമ്പർ അടിക്കുന്നുണ്ടാവും. താഴെ കോഡ് അടിക്കുക, രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. അതിനുശേഷം തൊട്ടടുത്ത ഒരു വിൻഡോയിലേക്ക് കയറിയിട്ട് പോലെ എന്ത് ചെയ്യും, നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ടല്ലോ, ആ ഇമെയിൽ IDയിലേക്ക് ഒരു OTP അയക്കും. ആ OTP അയച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷൻ കഴിഞ്ഞു. ഓക്കെ, എനിക്ക് കയറിയാൽ തന്നെ മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതത്രേ ഉള്ളൂ, നിങ്ങൾ കയറി ചെയ്താൽ മതി. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു പോറാക്കുന്നത്. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഇതേ പേജിലേക്ക് വരാം. അപ്പൊ നമ്മൾ പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്തു. ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തല്ലോ. നമ്മൾ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. അവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. കുറെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും, നിങ്ങളുടെ ഉമ്മാന്റെ പേര്, ഉപ്പാന്റെ പേര്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, അതേപോലെ തന്നെ ഫോൺ നമ്പർ, പ്രൈമറി ഇമെയിൽ ID, ഇതൊക്കെ NTAന്റെ വെബ്സൈറ്റിൽ നിന്ന് ഓൾറെഡി ഓട്ടോ ഇന്റഗ്രേഷൻ നടന്നിട്ടുണ്ടാകും. അവിടെ നിന്ന് ഓൾറെഡി ഫെച്ച് ചെയ്തിട്ടുണ്ടാകും. ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവും. ലൈക്ക് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി, അതേപോലെ തന്നെ നിങ്ങൾ OBC NCL ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ EWS പോലുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ അവിടെ ഒന്നാമതായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ബോക്സിന്റെ ഇതുപോലെ ആയിരിക്കും. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും, സ്റ്റേറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ NCL അല്ലെങ്കിൽ ഏതാണ് SC/ST എങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത ക്വസ്റ്റ്യൻസ് ആയിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ചോദിക്കും. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഏത് സമയത്താണ് ഇഷ്യൂ ചെയ്തത്. ഇപ്പോ OBC NCL ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതിലൊരു ഇഷ്യൂ ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തിട്ട് ആ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കലണ്ടർ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷവും ഈ വർഷം PGക്കും ഞാൻ മൊത്തത്തിലുള്ള അവസ്ഥ, കഴിഞ്ഞ വർഷവും ഈ വർഷം PGക്കും നടന്നൊരു സംഭവമാണ്. ഈ വർഷം PGക്ക് ഞങ്ങളൊക്കെ അപേക്ഷ സമയത്ത് പറഞ്ഞത് ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷം, അഥവാ കഴിഞ്ഞ മാസം അല്ലെ, ഇതിപ്പം മെയ് ആണ്, കഴിഞ്ഞ മാസം 1-ാം തീയതിക്ക് ശേഷം എടുത്ത NCL സർട്ടിഫിക്കറ്റ് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, PGക്കാരുടെ അടുത്ത് പറഞ്ഞത്. എന്നാൽ UGന്റെ സമയത്ത് NCL ഡോക്യുമെന്റിന്റെ കാര്യത്തിൽ ഒരു ഡേറ്റ് അതിൽ പറഞ്ഞത് നമ്മൾ കാണുന്നില്ല.
ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും March 31 ശേഷം ഇഷ്യൂ ചെയ്തത് ആയിരിക്കരുത്. March 1 to 31 എന്നാണ് ഡേറ്റ് എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം. പറയുന്ന ഡേറ്റ്സ് ഇതാണ്. March 1 to 31 ഇടയിലാണെന്നാണ് ഡേറ്റ് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ടോ. ഇടയിൽ ഉള്ള ഡോക്യുമെന്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ OBC NCLന്റെ കാര്യത്തിൽ അത് പറയണില്ല. നമ്മൾ തുടക്കം തൊട്ടേ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു, ഡിയുൻ്റെത് വരും, അവൾ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കും എന്നൊക്കെ. പക്ഷെ NCLന്റെ കാര്യത്തിൽ അപ്ലിക്കേഷൻ നമ്മൾ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ സീസാസിന്റെ അവരുടെ ബ്രോഷറിലോ അവർ ഇങ്ങനെ പറഞ്ഞത് കിട്ടാനില്ല. എന്നാലും സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് എടുത്ത നിങ്ങളുടെ NCL കൊടുക്കുകയാണ് നല്ലത്. ആരെങ്കിലും ഒക്കെ പുതിയത് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് കൊടുത്തോളൂ. ഇനി ഇതിന്റെ ഒരു പേരിൽ നമ്മളെ അഡ്മിഷൻ ക്യാൻസൽ ആവരുതല്ലോ. ഓൾറെഡി ഒരു കോളേജ് എൻറോൾഡ് രജിസ്ട്രേഷൻ കൂടെ ചോദിക്കുന്നുണ്ട്. അത് സോറി വിട്ടുപോയി. സർട്ടിഫിക്കറ്റ് ഓക്കെ, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവര് ഇനി ആരും കാത്തിക്കണ്ട. ഏകദേശം മെയ് കഴിഞ്ഞു. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള OBC NCL EWS ആണെങ്കിൽ അത്, SC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, ഇനി വേറെ ഏത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത്, റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിക്കോളി. ഉണ്ടാക്കുമ്പോൾ സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുക. പ്ലസ് ഡൊമിസിലി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, താലൂക്ക് ഓഫീസ് പോയിട്ട് ഉണ്ടാക്കുക. താലൂക്ക് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പർപ്പസിനുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്കോളർഷിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഫീ വേവേഴ്സിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അതും സെൻട്രൽ പർപ്പസിനുള്ള തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും ഉണ്ടാക്കുക. സർട്ടിഫിക്കറ്റ് ഇനി ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആരും കരയാൻ നിൽക്കണ്ട. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പോയി ഉണ്ടാക്കിക്കോളി. ഒന്നും കൂടി പറഞ്ഞുതരാം. OBC NCL അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഡൊമിസിലി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അതും കൂടി ഉണ്ടാക്കിക്കോളി. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് സെൻട്രൽ പർപ്പസിനുള്ളത് എന്ത് ചെയ്തോളി, എല്ലാവരും ക്രിയേറ്റ് ചെയ്തോളി. ഓക്കെ, ഞാൻ ആ ഡേറ്റിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം കേട്ടോ. ഈ പറഞ്ഞ സംഭവങ്ങളാണ് എന്ത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഇനി വരുന്ന പ്രൊസീജിയേഴ്സിൽ ആവശ്യം വരിക. DU ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, OBC NCL പറഞ്ഞിട്ടുണ്ട്. OBC NCL ഒരു തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും ആ കാറ്റഗറിയിൽ പെട്ടവരാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. SC ST കാറ്റഗറിയിൽ പെട്ടവര് അതും തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. EWS കാറ്റഗറിയിൽ പെട്ടവരത് അതും തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാണ്, ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ പെട്ട റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ തുടക്കത്തിൽ തന്നെ കൊടുക്കണം. ഏത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്തത് ചോദിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റോ ചോദിക്കും. അതിന്റെ നമ്പർ ചോദിക്കും. സർട്ടിഫിക്കറ്റ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു A4 സൈസിലാണ് ഉണ്ടാവുക. അതിനൊരു ബോർഡർ ഉണ്ടാകും. ഒരു റെഡ് ഇതിൽ മുകളിൽ തന്നെ ഫോർ സെൻട്രൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ജോബ് പർപ്പസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അതിന്റെ താഴത്തായിക്കൊണ്ട് ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ട് സംഭവം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. ഒരു 8 9 10 ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം. ജസ്റ്റ് അതാണ് നിങ്ങളുടെ എത്ര ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ 6 എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതാണ് സർട്ടിഫിക്കറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റ് നമ്പർ ആയിക്കൊണ്ട് കൊടുക്കണം. ഇത് തുടക്കത്തിൽ തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താ പറയാ ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും എന്താ പറയാ വാർഡിന്റെ അഥവാ ജോലിക്കാരുടെ മക്കളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. ഓർഫൻ ആണോ, സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ, അല്ലെങ്കിൽ ബാക്കി കാശ്മീരി മൈഗ്രന്റ് ആണോ, ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാവുന്നുള്ളൂ. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം, ഈ ഫസ്റ്റ് പേജിന്റെ ലാസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് അവനാന്റെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അക്ഷയ സെന്ററത്തെ ഏട്ടൻ്റെതോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ കഫേത്തെ ചേച്ചിൻ്റെതോ അല്ലെങ്കിൽ അയലോക്കത്തെ ചേട്ടൻ്റെതോ ഒന്നും കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, അലമ്പാക്കരുത്. ഇതിങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോളേജിലാവില്ല അഡ്മിഷൻ കിട്ടുക. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടാവും ഫീസ്. നിങ്ങൾ അവിടെ വേണ്ടാന്ന് വിചാരിച്ച് ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് റീഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്കാണ് വരിക. ആ സമയത്ത് ഇത് വേറെ ആരെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ചെയ്തിട്ട് ഓരോ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ അങ്ങോട്ടാ പോവാ. അപ്പൊ അത് ആരക്കൗണ്ടാണ് കൊടുത്തത് നമുക്കൊരു ഓർമ്മയും ഉണ്ടാവില്ല, പൈസ പോയിട്ടും ഉണ്ടാവും. യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, ഏത് അക്കൗണ്ടാന്ന് നമുക്കൊരു ബോധം ഉണ്ടാവില്ല. അപ്പം കൃത്യമായിട്ട് അവനവന്റെ അക്കൗണ്ട്, അവനവന്റെ വീട്ടിലുള്ള റിലേറ്റീവിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യുക, അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഒന്നാമതായിക്കൊണ്ടുള്ള ഫസ്റ്റ് ഇതിൽ കൊടുക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൽ അങ്ങനെ ആൾക്കാരെ അടങ്ങാറാക്കുന്ന സാധനങ്ങളൊന്നുമില്ല.
അടുത്തതിലേക്ക് നിങ്ങളുടെ അക്കാഡമിക് സെഷനിലെ സംഭവങ്ങൾ വരും. അക്കാഡമിക് സെഷന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അവിടെ നിങ്ങൾ പ്ലസ് ടുവിന്റെ മാർക്ക് കൊടുക്കാണ്ടാവും, SSLCന്റെ കൊടുക്കാണ്ടാവും, പ്ലസ് ടുവിന്റെ മാർക്സ് ഇതേപോലെ കൊടുക്കാണ്ടാവും. പ്ലസ് ടുവിന്റെ മാർക്ക് കൊടുക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് മതി. പ്ലസ് ടുവിന്റെ മാർക്ക് പറയുമ്പോൾ നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ പ്ലസ് ടു എന്ന് പറയാം അല്ലെ, അഥവാ മൊത്തത്തിൽ ആ 2 വർഷത്തെ കോഴ്സിന് നമ്മൾ പ്ലസ് ടു എന്നാണ് പറയാം അല്ലെ. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നിങ്ങളുടെ 2 വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിലെ 2ാം വർഷത്തെ മാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. ഒന്നും കൂടി പറയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി കോഴ്സിന്റെ മാർക്ക് ചോദിക്കുമ്പോൾ അവർ നിങ്ങളുടെ 2 വർഷ ഹയർ സെക്കൻഡറി കോഴ്സിലെ പ്ലസ് വണ്ണും പ്ലസ് ടു ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമേ എന്ത് വേണ്ടുള്ളൂ, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടുള്ളൂ. ആ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രം ചോദിക്കുന്നവിടെ തന്നെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. അഥവാ അപ്പൊ എത്രയിലായിരിക്കും മാർക്ക് വരിക, എത്രയായിരിക്കും മാർക്ക് വരിക? ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയോ? അപ്പൊ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലുള്ള ആളുകൾക്ക് വേറെ തന്നെ സ്പ്ലിറ്റ് ആയിരിക്കും. 100ലാണോ മാർക്ക് വരിക? എനിക്ക് തോന്നുന്നത് മറ്റേ സയൻസുകാർക്കൊക്കെ വേറെ തന്നെ സ്പ്ലിറ്റ് ആയിരിക്കൂലേ, അവർക്ക് എത്രയില വരിക? അപ്പം 200 മാർക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 80 ആകെ മാർക്ക് ഉണ്ടാവുള്ളൂ, പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ബാക്കി 20 മാർക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ പ്രാക്ടിക്കലല്ലേ വരിക. അപ്പൊ ആ രൂപത്തിലൊക്കെ മാർക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ സ്പ്ലിറ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തിയറിന്റെ മാർക്ക് എത്രയെന്ന് വെച്ചാൽ അത് ആദ്യത്തെ പാർട്ടിൽ കൊടുക്കുക, പ്രാക്ടിക്കലിന്റെ മാർക്ക് എത്രയെന്ന് വെച്ചാൽ അത് അടുത്തതിലും കൊടുക്കുക. അപ്പോൾ ആ രൂപത്തിൽ തിയറിൻ്റെതും പ്രാക്ടിക്കലിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽ ഇല്ലല്ലോ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ CSATന്റെ പ്രോസ്പെക്ടസ് വായിച്ചാൽ മനസ്സിലാവും, അവരിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഇന്റേണൽ മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ സ്വാഭാവിക ഇംഗ്ലീഷിലൊക്കെ എത്രയില മാർക്ക് ഉണ്ടാവുക, ആകെ 100 ഒരു വർഷം മാർക്ക് ടോട്ടൽ സ്കോർ ഉണ്ടാവുക. അതിൽ 80 തിയറിയും 20 പ്രാക്ടിക്കലും ആയിരിക്കൂലേ. ആ 20 ഇന്റേണൽ CE കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, കണ്ടിന്യൂയിങ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നതാവില്ലേ. ആ കണ്ടിന്യൂയിങ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് തരുന്ന മാർക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കൽ മാർക്കായിട്ട് കൊടുക്കാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഇങ്ങനെ 0 ഇട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു മടിയായിട്ട് എന്തോ ഒരു ഗുമ്മില്ലാത്ത പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ CE മാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ അവിടെ കൊടുക്കാം, നിർബന്ധമല്ല. അവിടെ നിങ്ങൾക്ക് 0 കൊടുത്താൽ മതി. പ്രാക്ടിക്കലിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് കൊടുക്കുമ്പോൾ 100ൽ 100 കിട്ടി എന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100ൽ 98 കിട്ടിയെന്നാണെങ്കിൽ അത് അവിടെ കൊടുക്കുക തിയറിന്റെ അവിടെ. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലിന്റെ എന്താ പറയാ CE മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ അങ്ങനെ നിങ്ങൾക്ക് കളയാം. ഓക്കെ. അപ്പം ഈ മാർക്കിന്റെ സ്പ്ലിറ്റ് ഞാൻ പറയുന്നത് ചിലപ്പോൾ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ടാവും. അഥവാ എനിക്ക് നിങ്ങളുടെ ടോട്ടൽ സയൻസുകാരും കൊമേഴ്സുകാരും പ്രാക്ടിക്കൽ ഉള്ളവരും പ്രാക്ടിക്കൽ ഇല്ലാത്തവരും CE ഇൻക്ലൂഡഡും എക്സ്ക്ലൂഡഡും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അതിൽ CE മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലിന്റെ അഥവാ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് നിങ്ങളുടെ CE മാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ അവിടെ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. കൊടുക്കണം എന്നൊരു നിർബന്ധമല്ല, നിങ്ങൾക്ക് മറ്റോടെ തന്നെ കൂട്ടി കൊടുത്താൽ മതി, ഒരു വിഷയമല്ല. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് മാർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സംഭവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഇപ്പോ മെയിലിന്റെ സംഭവം പറഞ്ഞു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത്രയും സാധനമാണ് അക്കാഡമിക് സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉള്ളത്. പിന്നെ മാർക്ക് നിർബന്ധമായിട്ടും തെറ്റാതെ കൊടുക്കുക, ഒരു മാർക്ക് പോലും കുറയാതെ കൊടുക്കുക. കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ല മാർക്ക് കൊടുക്കുക. ഇച്ചിരി കൂടുതൽ വെള്ളം ചേർക്കൊന്നും വേണ്ട, ഉള്ള മാർക്ക് കൊടുത്താൽ മതി. പക്ഷെ ഉള്ളത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇൻ കേസ് നിങ്ങളുടെ CUET സ്കോർ ടൈ ആയി എന്ന് വിചാരിക്കാം, അഥവാ ഇപ്പൊ ഒരു 10 ആൾക്കാരെ സ്കോർ എന്ത് ചെയ്തു, ഒരേ സ്കോർ വന്നു. ഒരു കോഴ്സിന് പരിഗണിക്കുന്ന സമയത്ത് 800ലാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. 800ൽ എന്ത് ചെയ്തു, 10 ആൾക്കാർക്ക് 620 വന്നു എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും കുടുങ്ങിയില്ലേ, ടൈ പൊട്ടിക്കണ്ടേ, ഈ ഡ്രോ എങ്ങനെയും ഇത് ബ്രേക്ക് ചെയ്യണ്ടേ. അപ്പൊ ആദ്യം പരിഗണിക്കുക നിങ്ങളുടെ പ്ലസ് ടുവിലെ ബെസ്റ്റ് ഓഫ് 3 ആണ്. അഥവാ ഈ പറഞ്ഞ 10 ആൾക്കാർക്കും പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 3 വിഷയങ്ങൾ എടുക്കും. അഥവാ ഇപ്പൊ ഒരാൾക്ക് ഇംഗ്ലീഷ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും, വേറൊരാൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ്, ബയോളജി വേറെ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് 3 സ്കോർ എടുക്കും. എന്നിട്ട് ആ 3 സ്കോറും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നിങ്ങനെ റാങ്ക് ചെയ്ത് നോക്കും. അപ്പൊ വീണ്ടും ഡ്രോ വന്ന് വിചാരിക്കുക, അപ്പോഴും എന്ത് ചെയ്തു, ഈ 10 ആൾക്കാരുടെ സെയിം ആയി. അപ്പൊ ബെസ്റ്റ് 4 എടുക്കും, ബെസ്റ്റ് 5 എടുക്കും. അപ്പൊ ആ രൂപത്തിലാണ് പോകുക. അപ്പൊ അവിടെ മാർക്കിന് എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. നിങ്ങളെ കുറച്ച് മുമ്പത്തെ ഓറിയന്റേഷനിൽ ഞാൻ പറഞ്ഞു പറ്റിച്ചതാണ്, മാർക്കിന് ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വരുന്ന സമയത്ത് എന്തുണ്ട്, ചെറിയൊരു പ്രാധാന്യമുണ്ട്.
അപ്പോൾ നിങ്ങളെ ഡ്രോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യും. സോ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാരണവന്മാരെ പരിഗണിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ടൈ ബ്രേക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് 3 നോക്കും, ബെസ്റ്റ് 3 നോക്കും, ബെസ്റ്റ് 4 നോക്കും, ബെസ്റ്റ് 5 നോക്കും. അതിനുശേഷം പിന്നെ മൂത്ത ആൾക്കാർ കൂടുതൽ വയസ്സുള്ളത് ആരാന്ന് വെച്ചാൽ ഓരെ കയറ്റി വിടും. അങ്ങനെയാണ് ടൈ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് അക്കാഡമിക് സെഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സെക്ഷന്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ കൊടുക്കാനുള്ളത്. പിന്നെ നിങ്ങളുടെ പ്രിവ്യൂ വരും, അഥവാ ആപ്ലിക്കേഷൻ ഇത്രയും നേരം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രിവ്യൂ വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ അത് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൈസും സാധനമൊക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണല്ലോ ഈ പരിപാടിയായിട്ട്, പിന്നെ ഞാൻ വീണ്ടും പറയണില്ല. നല്ല പ്രിവ്യൂ സാധനങ്ങൾ കൊടുക്കുക, ഫൈനൽ സബ്മിഷന് പോവുക, പേയ്മെന്റ് നടത്തിയിട്ട് എന്ത് ചെയ്യുക, പിരിഞ്ഞു പോരുക. 250 റുപ്യ ഫീസ് ഉള്ളൂ. അപ്പം കണ്ടമാനം സീറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം 79 കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സുകൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതന്നെ ഒന്നിലധികം കോളേജുകളിലുണ്ട്. പിന്നെ ഈ 183 BA പ്രോഗ്രാംസ് ഉണ്ട്, 69 കോളേജുകളിലായിക്കൊണ്ട് കണ്ടമാനം സീറ്റ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 70,000 സീറ്റ് ആയിട്ടാണ് DUവിൽ ഉള്ളത്. അപ്പം ഒരിക്കലും CUET എഴുതിയ ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യരുത്, കൊടുക്കാതിരിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ CUET എഴുതിയിട്ട് എവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടിയെന്ന് പറയാനെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ എടുക്കുക എന്ത് വേണേലും ആയിക്കോളും. പക്ഷെ ഈ ഒരു 250 രൂപയ്ക്ക് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ നിർബന്ധമായിട്ടും CUET അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റും എന്ത് ചെയ്യാം, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും കുടുങ്ങാൻ പോകുന്ന, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് മാപ്പിംഗ് വരുന്ന സമയത്താണ്. എന്താണ് സബ്ജക്ട് മാപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരാള് ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കേസ് പറഞ്ഞുതരാം. ഞാൻ BA ഓണേഴ്സ് സോഷ്യോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ ബയോസയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ സോഷ്യോളജിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം CUET-ൽ ഞാൻ സോഷ്യോളജി എഴുതിയിട്ടുണ്ടോ, അതിന്റെ മാർക്ക് എത്രയാണ് എന്നുള്ളതല്ല ഡൽഹി യൂണിവേഴ്സിറ്റി ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പേപ്പർ എഴുതിയിട്ടുണ്ടോ, അതിന്റെ സ്കോർ എത്രയാണ് എന്നല്ല എന്ത് ചെയ്യുക, ഡൽഹി യൂണിവേഴ്സിറ്റി ചോദിക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റി എന്നോട് ചോദിച്ചത് നീ +2-ൽ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലുള്ള ഏതെങ്കിലും 3 ഡൊമൈനിന്റെ മാർക്ക് എത്രയാണെന്നുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നോട് ചോദിച്ചത്, പ്ലസ് ഇംഗ്ലീഷിന്റെ മാർക്കും. ഈ 4 ഡൊമൈനാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നോട് ചോദിച്ചത്. അപ്പൊ ഇതിന് എന്താ മനസ്സിലാവുന്നത്, നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഏതും ആയിക്കോട്ടെ, നമ്മൾ +2-ൽ ഏതായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത് ആ ഡൊമൈനുകൾ നമ്മൾ CUET-ൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം. അതിന്റെ സ്കോറാണ് എന്ത് ചെയ്യുക, ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ സബ്ജക്ട് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിലും കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അഥവാ എല്ലാ കോഴ്സുകളും ഇങ്ങനെയൊന്നുമല്ല. ചില BA പ്രോഗ്രാംസിന് എന്ത് വേണ്ട, നിങ്ങൾ +2-ൽ പഠിച്ച 3 പേപ്പർ ഒന്നും വേണമെന്നില്ല, അവർക്ക് വേറെ ചില പേപ്പറുകൾ മതി. അത് മാറി വന്നുകൊണ്ടിരിക്കും. ഇനി അതിൽ തന്നെയുള്ള ഭയങ്കര ഇടങ്ങാറ് പിടിച്ച ഒരു ക്രൈറ്റീരിയയാണ് എക്കണോമിക്സ്. നമ്മുടെ നാട്ടിലൊക്കെ ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിക്കൊണ്ട്, സോഷ്യൽ സയൻസിന്റെ ഭാഗമായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്ന ഒരു ഡൊമൈനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസോ സോഷ്യൽ സയൻസോ ഒക്കെ ആയിക്കൊണ്ട് തന്നെ അതിനെ പരിഗണിച്ചു എന്നിരിക്കാം. പക്ഷേ +2-ൽ മാത്സ് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിക്കാൻ കഴിയില്ല. അവൻ +2-ൽ മാത്സ് പഠിച്ചിരിക്കുകയും വേണം, CUET-ൽ മാത്സ് എഴുതിയിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഓരോ കോളേജും അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ ഒരു കോഴ്സിന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന BA ഓണേഴ്സ് സോളജി പഠിക്കണമെങ്കിൽ ആ കുട്ടി സെക്ഷൻ 1A-ൽ നിന്ന് ഇംഗ്ലീഷും പ്ലസ് അവൻ +2-ൽ പഠിച്ചിട്ടുള്ള 3 ഡൊമൈനും ആണ് എന്ത് ചെയ്യേണ്ടത്, CUET-ൽ എഴുതിയിരിക്കേണ്ടത് എന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടോ. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സബ്ജക്ട് മാപ്പിംഗ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത്, എനിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എനിക്ക് മാസ് മീഡിയ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ജേർണലിസം ആണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ CUET-ൽ നേരിട്ട് ഡൊമൈൻസ് ഇല്ലാത്ത കുറെ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ +2-ൽ പഠിച്ചിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വരും. അതിന് ചിലതിന് ഉത്തരമില്ല,
അഥവാ ഓൽക്ക് വേറെ വഴിയൊന്നുമില്ല എന്നർത്ഥം. ഓൽക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി അപേക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ എല്ലാ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഇളവ് തരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡൊമൈൻ ആയിട്ട് ഇപ്പോ ജേർണലിസം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിലബസും മാസ് മീഡിയയിലെ സിലബസും ഏകദേശം 50% ഒത്തു വരുന്ന സിലബസ് ആണ്. അപ്പൊ ഓൻ എന്ത് ചെയ്താൽ മതി, ജേർണലിസം എന്നുള്ള ഒരു സംഭവം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഓൻ അത് എഴുതണ്ട, ഓൻ മാസ് മീഡിയ എഴുതിയാൽ മതി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ടൈറ്റിലിൽ ഒരു ഡൊമൈൻ എന്തല്ല സിയുടെ അവൈലബിൾ അല്ല. സ്വാഭാവികമായിട്ട് ഓൻ ഇംഗ്ലീഷ് എന്നുള്ള ഡൊമൈൻ എഴുതിയാൽ മതി. അവിടെ ഓനെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സോഷ്യൽ വർക്ക് എന്നുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഓന് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ഡൊമൈൻ സിയുടെ അവൈലബിൾ ആണ്. സോഷ്യോളജി എഴുതിയാൽ മതി. അപ്പൊ ആ രൂപത്തില് ഏറ്റവും ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈന് അതിന് പകരം അതിനുള്ള ഒരു ക്രൈറ്റീരിയ 50% സിലബസ് ഒത്തുവരിക എന്നുള്ളതാണ്. എഴുതിയാലും മതി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. സോ സബ്ജക്ട് മാപ്പിങ്ങിന്റെ ഒരു എന്താ പറയാ ആധാരം എന്ന് പറയുന്നത്, ഒരു ബേസ് എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഡൊമൈനുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പൊതുവെ ആവശ്യപ്പെടുക. അങ്ങനെ അല്ലാത്തതും ആവശ്യപ്പെടാം. സോ എനിവേ ജനറലി ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത്, ഏത് ഡൊമൈൻ ആണോ നമ്മൾ CUET-യിൽ എഴുതിയിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്, ആ ഡൊമൈൻ നമ്മൾ +2 പഠിച്ചിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്, ആ ഡൊമൈനുകൾ മാപ്പ് ചെയ്യുക, അതിന്റെ സ്കോർ അവിടെ CUET-ന്റെ വെബ്സൈറ്റിൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ കൊടുക്കുക, അത് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സബ്ജക്ട് മാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഫേസ് 1-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഓർഡർ സാധനങ്ങളൊക്കെ നിങ്ങൾ കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി. കൃത്യമായിട്ട് അച്ചടിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല എന്നുള്ളതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീസസ് മാത്രം എടുത്ത് പറഞ്ഞത്. ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഓരോ വർഷം കുട്ടികൾക്ക് ഓരോ കൈൻഡ് ഓഫ് ഡൗട്ടുകളായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കാം. ഇതാണ് ഫേസ് 1. ഇതിനുശേഷം ഫേസ് 2 വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ തന്നെ അതൊക്കെ കൂടി പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കണില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം 40 മിനിറ്റോളം ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫേസ് 2-നെ പറ്റി കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, ആകെ പുകയെ, കാരണം ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അടുത്ത ഫേസ് സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്കോർ വന്നതിന് ശേഷം നമ്മുടെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളത്, എനിക്ക് ഫസ്റ്റ് ഇന്നതാണ് വേണ്ടത്, സെക്കൻഡ് ഇന്നതാണ് വേണ്ടത്, തേർഡ് ഇന്നതാണ് വേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രിഫറൻസ് ലിസ്റ്റ് കൊടുക്കലാണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്, ഫേസ് 2 എന്ന് പറയുന്നത്. അപ്പൊ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തതിൽ നോക്കാം. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്തില്ല, ഇപ്പൊ ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് ആ നേരെ പോയാൽ ആ സ്റ്റെപ്പ് ചെയ്യാൻ കഴിയൂല. അപ്പം അതിന് സമയമുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് വഴിയെ എന്ത് ചെയ്യാം, അത് ചെയ്യാമെന്ന് തോന്നുന്നു. ഇത്രയുമാണ് പ്രധാനമായിക്കൊണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ, നിങ്ങളുടെ +2 SSLC ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. SC ST EWS അതല്ല OBC NCL ആയിക്കോട്ടെ, ഈ പറഞ്ഞ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള, അതല്ല PWB പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളെ ഈ കയ്യിൽ നിർബന്ധമായിട്ടും സൂക്ഷിക്കുക. ഇത്രയും സാധനങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ CSASുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു കൊളാക്കിയോ അതല്ല നേരാക്കിയോ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ചോദിക്കാം, കഴിയുന്നത് പോലെയൊക്കെ അറ്റൻഡ് ചെയ്യാം. ബാക്കി സംഭവങ്ങൾ നമുക്ക് ഗ്രൂപ്പ്സിലും വരുന്ന മീറ്റുകളിലും ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോവാം. ഇത് വന്ന ഉടനെ കുറെ ആൾക്കാർ ആകെ പ്രഷർ കൂടിയാണ്ട് എന്താണത്, അതെന്താണ്, ഇത് മറ്റേത് എന്താണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഞാനൊരു മീറ്റ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇനി ബാക്കി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മിൻഹ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ ഒന്ന് മോഡറേറ്റ് വരുന്നു. നമുക്ക് ഏകദേശം കമന്റ് ബോക്സിൽ 10, 60 70 മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. സോ ഞാൻ അതൊക്കെ കൂടി നോക്കി വരുമ്പോഴേക്കിന് രാത്രി 9 മണി കഴിയും. അപ്പോൾ ഓരോരുത്തരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പ്ലീസ് അങ്ങനെ ചോദിക്കണം. ഹലോ സാർ, പറഞ്ഞോളി. അതെ, ഈ മാർക്ക് എൻറോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഈ പ്രാക്ടിക്കല്, ഞാനിപ്പോ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോ എനിക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഇല്ല ഒന്നിലും. അപ്പോ ഞാൻ എങ്ങനെയാ മാർക്ക്, തിയറിക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാല് 80 മാർക്കും ഇന്റേണൽ മാർക്ക് 20 മാർക്കുമാണ് ശരിക്കും എക്സാമിൽ വരുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ എൻറോൾ ചെയ്യണ്ടേ? അപ്പൊ ഈ 80-20 അങ്ങനെ ആണോ എൻറോൾ ചെയ്യണ്ടേ?
ഓക്കെ, ഞാൻ ഈ ഒരു സാധനം ഈ മാർക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യണ്ടെന്നുള്ള സെഷൻ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ ഇവരുടെ സീസാസിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടല്ലോ അത് നോക്കി വായിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇനി ചോദിക്കരുത്. അപ്പം ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പിന്നീട് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ഞാൻ മാർക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത് എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഇങ്ങനെ പറയുന്നത് ഇതാണ്: കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻറ്റർ ദ മാർക്സ് ഓഫ് ഓൾ സബ്ജക്ട്സ് ഇൻ വിച്ച് ഹി ഓർ ഷീ ഹാവ് പാസ്ഡ് ഇൻ ക്ലാസ് 12. പ്ലസ് ടുവിൽ പാസ്സായിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം. 5 എണ്ണം മാത്രം മതി, 3 എണ്ണം മാത്രം മതി എന്നുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാതും എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇഫ് മാർക്ക് ഷീറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12 മാർക്സ്, ഓൺലി ദ ക്ലാസ് 12 മാർക്സ് മസ്റ്റ് ബി എൻറ്റേർഡ്. നമ്മുടെയൊക്കെ ഫൈനൽ സ്കോർ ഷീറ്റിൽ എന്ന് പറയുന്നത് +1ന്റെയും +2ന്റെയും മാർക്സ് കമ്പൈൻഡ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ അതിൽ നിന്നും +2ന്റെ മാർക്സ് മാത്രം എന്ത് ചെയ്താൽ മതി, ആ കുട്ടി അതിൽ അപ്ലോഡ് ചെയ്താൽ മതി. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെപ്പറേറ്റ്ലി. ആരെങ്കിലും തിയറിയിൽ ജയിക്കുകയും പ്രാക്ടിക്കലിൽ പൊട്ടും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് എന്ത് ചെയ്യണത് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ രണ്ടിലും എന്ത് ചെയ്യണം, പാസ്സായിട്ട് ഉണ്ടാവണം. അങ്ങനെ തോറ്റോലൊക്കെ വളരെ ചുരുക്കമായിരിക്കും. ആരെങ്കിലും തോറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ നിൽക്കണ്ട, ഡൽഹി യൂണിവേഴ്സിറ്റികളെ പോക്കും. ഓക്കെ, ഞാൻ വെറുതെ പറയണതല്ല. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല സ്ട്രിക്റ്റ് ആണ്. നല്ല സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഓഫ് ഓൺലൈൻ വെരിഫിക്കേഷൻ നടക്കും. അത് യൂണിവേഴ്സിറ്റി ലെവലിൽ നടക്കും. അതിനുശേഷം കോളേജ് ലെവലിൽ നിങ്ങൾ ഏത് കോളേജിലേക്കാണ് അപ്ലൈ ചെയ്തത് അവിടെ അവരുടെ ലെവലിൽ നടക്കും. അവിടെ അവരുടെ ലെവലിൽ തന്നെ 2-3 ലെവലിൽ നടക്കും. അഥവാ നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കൗൺസിൽ ഉണ്ട്, ഒരു കമ്മീഷനോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. ഓരോ റൗണ്ട് ചെക്ക് ചെയ്യും. പിന്നെ പ്രിൻസിപ്പലിന്റെ വക ഒരു വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് ഒരു 3-4 തലങ്ങളിൽ ചെക്ക് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ആരെങ്കിലും തോറ്റിക്ക് അല്ലെങ്കിൽ സപ്ലിയോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ തന്നെ കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മിഡ് വേ എൻട്രി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എൻട്രി വരുന്നുണ്ട്. ഇത്ര കണ്ട് സീറ്റോ ഇത്ര കണ്ട് കളറുള്ള സീറ്റുകളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതെങ്കിലുമൊക്കെ കോളേജത്തെ സീറ്റ് ആയിരിക്കും കിട്ടുക. പക്ഷെ അതാണ് നിങ്ങളുടെ പ്രോപ്പർ ചാനൽ. ഇപ്പൊ തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, പണി വാങ്ങാൻ നിൽക്കരുത്. നിങ്ങളുടെ വരുന്ന സബ്സിക്വന്റ് റൗണ്ട്സ് ഓഫ് അലോട്ട്മെന്റിന് കൂടി ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ഇപ്പൊ 2 എണ്ണം പറഞ്ഞു, എല്ലാ വിഷയവും കൊടുക്കണം. +1നും +2നും കമ്പൈൻഡ് ആയിട്ട് ഉണ്ടാവുക. സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ഇതിലും പാസ്സാവണം. കമ്പൈൻഡ് ആയിട്ട് ആവും ഉണ്ടാവുക. നമ്മൾ +2ന്റെ മാത്രം കൊടുത്താൽ മതി. ഇനി അത് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത്, fill the marks obtained and maximum marks for theory and practical separately as per class 12 mark sheet. അഥവാ പ്രാക്ടിക്കലിന്റെയും തിയറിയുടെയും മാർക്കുകൾ സെപ്പറേറ്റ് ആയിക്കൊണ്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഇനി അത് എങ്ങനെയാന്നുള്ളത്, ഇഫ് തിയറി ഓർ പ്രാക്ടിക്കൽ ബ്രേക്കപ്പ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ പേപ്പർ, നിങ്ങളുടെ പേപ്പർ തിയറിന്റെയും പ്രാക്ടിക്കലിന്റെയും സ്പ്ലിറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻറ്റർ ദ മാർക്സ് ഓൺലി ഇൻ ദ തിയറി സെക്ഷൻ. അഥവാ നിങ്ങൾ എന്ത് ചെയ്യാം, ടോട്ടൽ എത്രയെന്ന് അറിയാലോ, അഥവാ +2 മൊത്തത്തിൽ എത്രയെന്ന് അറിയാലോ, ആ മൊത്തത്തിൽ എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് അറിയില്ല, ഏതെങ്കിലും ഒരു ബോർഡിൽ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 മാർക്കിലാണ് +2 നടന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്രയാണ് പ്രാക്ടിക്കൽ എന്നുള്ളത്, എത്രയാണ് CE, എത്രയാണ് ഇന്റേണൽ എന്നുള്ളതൊന്നും എന്തിനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല. അറിയാനുള്ള യാതൊരു വഴിയുമില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ 100 മാർക്കും തിയറി തന്നെ കൊടുക്കാം. ഔട്ട് ഓഫ് 100ൽ 100 കിട്ടി, അല്ലെങ്കിൽ 80 കിട്ടി, 90 കിട്ടി, 95 കിട്ടി എന്ന് തിയറിയിൽ മാത്രം കൊടുക്കുക. അപ്പുറത്ത് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. പേപ്പർ ആൻഡ് എൻറ്റർ 0 മാക്സിമം മാർക്സ് ആൻഡ് മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ദ പ്രാക്ടിക്കൽ. അഥവാ പ്രാക്ടിക്കൽ സെക്ഷൻ ഔട്ട് ഓഫ് 0ൽ 0 കിട്ടിയെന്ന് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി സെഷണൽ ഓർ ഇന്റേണൽ അസസ്മെന്റ് മേ ബി ആഡഡ് അണ്ടർ പ്രാക്ടിക്കൽ സെക്ഷൻ. നമ്മുടെ ഇന്റേണൽ മാർക്സ് അല്ലെങ്കിൽ സെഷണലിന്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പ്രാക്ടിക്കലിന് അവിടെ കൊടുക്കാം. ഇപ്പൊ നേരത്തെ ചോദിച്ച ആള് നേരത്തെ പറഞ്ഞു പ്രാക്ടിക്കൽ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന മാർക്ക് ചിലപ്പം എക്സാക്ട് ഫാക്ച്വൽ ആയിക്കൊള്ളുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാണ്. ഇങ്ങനെ അസ്യൂം ചെയ്യുക, നമ്മുടെ +2ൽ 100ലാണ് ടോട്ടൽ മാർക്ക്. ആ 100ൽ 20 മാർക്ക് ഇന്റേണൽ ആണ്, സെഷണൽസ് ആണ്. നമ്മുടെ അസൈൻമെന്റും ക്ലാസ് ടെസ്റ്റ് വഴി നമുക്ക് കിട്ടിയ 20 മാർക്കാണ്. പിന്നെ 80 മാർക്ക് എന്താണ്, നമ്മുടെ റിട്ടേൺ എക്സാമിന്റെ ആണ്. അപ്പൊ മൊത്തം തിയറി മാർക്കാണ് 100ൽ നടത്തും. നമുക്ക് പ്രാക്ടിക്കൽ ഒന്നുമില്ല. ഇംഗ്ലീഷിൽ ഇപ്പൊ പ്രാക്ടിക്കൽ ഒന്നുമില്ലല്ലോ. എയും ബിയും സിയും ഒക്കെ കൂട്ടി വെച്ചാണ് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെരിമെന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഇന്റേണലിന്റെ മാർക്കും റിട്ടേൺ എക്സാമിന്റെ മാർക്കും ആയിട്ടുള്ള 100 തന്നെ തിയറിയിൽ കൊടുത്തിട്ട് 100ൽ ഇത്ര കിട്ടിയെന്ന് എഴുതാം. ഒന്നുകിൽ അങ്ങനെ, അതാണ് ശരിയായ രീതി. അതല്ലെങ്കിൽ ഇന്റേണലിന്റെ മാർക്ക് മാത്രം അതിന് മാറ്റിയേക്കാം. എന്നിട്ട് തിയറി നമ്മൾ എന്ത് ചെയ്യുക,
ഔട്ട് ഓഫ് 80 ഇത്ര കിട്ടിയെന്ന് എഴുതുക. ഇന്റേണലിന്റെ മാർക്ക് അപ്പുറത്ത് പ്രാക്ടിക്കലിൽ കൊണ്ടുപോയിട്ട് ഔട്ട് ഓഫ് 20 ഇത്രയാണ് എനിക്ക് എന്ത് ചെയ്തത് കണ്ടിന്യൂയിങ് ഇവാലുവേഷൻ കിട്ടിയതെന്ന് എന്ത് ചെയ്യാം അപ്പുറത്ത് എഴുതാം. അപ്പൊ ഈ രൂപത്തിലാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് ചോദിച്ചോളി. സാർ ഇപ്പം ഞാനൊരു കോളേജിൽ ഓൾറെഡി എൻറോൾഡ് ആണ്. അപ്പോൾ അവിടെ എൻറോൾമെന്റ് നമ്പറോ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കോളേജ് അഡ്മിഷൻ നമ്പർ ആണോ കൊടുക്കണ്ടേ? നിങ്ങൾക്കൊരു എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാകും. അത് ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ ആണോ അതോ കോളേജിന്റെ ആണോ? യൂണിവേഴ്സിറ്റിൻ്റെതാണ് വേണ്ടി വരിക. അഥവാ എൻറോൾമെന്റ് നമ്പർ മിക്കവാറും നമുക്ക് യൂണിവേഴ്സിറ്റി ആയിരിക്കും തരുന്നുണ്ടാകുക. ഓക്കെ. അപ്പം എനിക്ക് കോളേജിൽ നിന്ന് അഡ്മിഷൻ നമ്പർ എന്നും പറഞ്ഞ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതല്ല, അതായിരിക്കില്ല. അത് നിങ്ങളുടെ കോളേജുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ എന്താണെന്നുള്ളത് കിട്ടും. ഈ എൻറോൾമെന്റ് നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പം ഞാൻ ഡൽഹി ജാമിയ മില്ലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ ഒരു കോഴ്സ്, ഞാൻ 2 കോഴ്സ് ചെയ്തുകൊണ്ട്, ഞാൻ ഇതിന്റെ കൂടെ തന്നെ പാരലൽ വേറൊരു കോഴ്സും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലാണ്, ഒന്ന് അപ്പുറത്ത് വേറൊരു ഫാക്കൽറ്റിന്റെ കീഴിലുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് 2 എൻറോൾമെന്റ് നമ്പർ കിട്ടണ്ടേ, പക്ഷെ അത് കിട്ടൂല. അഥവാ ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണ കയറി ഇറങ്ങുന്നത് വരെ എനിക്ക് ഒരേ എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു തവണ കയറിയപ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ ഉണ്ടാകും. ആ എൻറോൾമെന്റ് നമ്പർ ആണ് അവിടെ ചോദിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ TC ഒക്കെ വാങ്ങേണ്ടി വരുമല്ലോ. അപ്പൊ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ നമ്പേഴ്സും സാധനങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, എൻറോൾമെന്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, പിന്നെന്താണ് പ്രീവിയസ്ലി അറ്റൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ കോഴ്സോ അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നമ്മളെ കോളേജിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്തിട്ടോ വിളിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. ആ ഡീറ്റെയിൽസ് വല്ല പറഞ്ഞുതരും കേട്ടോ. ഓക്കെ. അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാ കൊടുക്കണ്ടേ? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ? അല്ല, ലൈക്ക് അതിനകത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഒന്നുകിൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ആയാലും മതി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സഭയിലുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് മതി എന്നാ കൊടുത്തേക്കുന്നത്. അത് മതിയാവുമോ? ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് മതി എന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു, ക്രിസ്ത്യൻ മൈനോറിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കോളേജിനെ പറ്റി പറയുന്നിടത്ത്. പക്ഷെ ആ സഭയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് മതിയാകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിലോങ്ങിങ് ടു ക്രിസ്ത്യൻ എന്താ പറയാ കമ്മ്യൂണിറ്റി ആണെന്ന് കാണിക്കുന്ന വേറെ ഏത് സർട്ടിഫിക്കറ്റ് ആയാലും മതി. ലൈക്ക് ഇപ്പൊ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിന് നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയി യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അതായാലും മതി. ഓക്കെ സർ. ഒന്നുകൂടി നിങ്ങൾക്ക് ഇനി അതിൽ അതൊന്നും കിട്ടണില്ല, നിങ്ങൾക്ക് അതൊന്നും കൊടുത്തിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടീച്ചേഴ്സിന്റെ ആ ഒരു ലാസ്റ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മ വന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം നോർമലി നമ്മൾ ബിലോങ്ങിങ് ടു ആ കമ്മ്യൂണിറ്റി ആണെന്ന് കാണിക്കാൻ തക്കതായിട്ടുള്ള ഏതായാലും മതി. അത് ഒരു സെൻട്രലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയാൽ നന്നാകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എന്ത് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ എന്താണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതെന്ത് ചെയ്യുക, സെൻട്രലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെ താലൂക്ക് ഓഫീസിൽ പോയിട്ട്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്, എപ്പോഴാ എന്താ പറയാന്ന് പറയാൻ പറ്റൂല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടേക്കാരും പറയാം ഇത് സ്റ്റേറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ അതിന് നിൽക്കണ്ട, ആദ്യം തന്നെ സെൻട്രൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് തന്നെ എന്ത് ചെയ്തോളി, നിങ്ങൾ പ്രൂഫായിട്ട് കയ്യിൽ കരുതിക്കോളി. ഓക്കെ, വേറെ ആരെങ്കിലും ഡൗട്ട് സയൻസിന്റെ ലാസ്റ്റ് നമ്മുടെ ഈ സിംഗിൾ ഗേൾ ചൈൽഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം, കൊടുത്താൽ അതുകൊണ്ട് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? സിംഗിൾ ഗേൾ ചൈൽഡിന്റെ സർട്ടിഫിക്കറ്റ് അത് റിസർവേഷൻ ഉണ്ടല്ലോ, ഉണ്ടോ ഡൽഹി യൂണിവേഴ്സിറ്റിയില്? ഉണ്ട്. യെസ്.
ആ അത് നമ്മൾ എവിടെയാ ഉണ്ടാക്കുന്നത് ആ സർട്ടിഫിക്കറ്റ്? അങ്ങനെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ ഒരു ഫോർമാറ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് ഇല്ലേ, സീസാസിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പോയി ആ കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർമാറ്റ്. ഓക്കെ. അതിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ, അപ്പോ അത് സാർ ഏത് ഈ കോമ്പറ്റീറ്റീവ് പറയും. ഈ എൻറോൾമെന്റ് നമ്പറിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ആ അത് നമ്മള് +2 നമ്മൾ പാസ് ഔട്ട് ആയ കോളേജിൽ നിന്നാണോ തരിക, സ്കൂളിൽ നിന്നാണോ തരിക? അത് എൻറോൾമെന്റ് ഓൾറെഡി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അതില്ല, +2 ആ പാസ്സായ ആൾക്കാർക്ക് അതില്ല. ഓക്കെ. വേറെ ആരോ എന്തോ ചോദിച്ചുകൊണ്ടിരുന്നു. ഡേറ്റ് എന്നാ? ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിനെ പറ്റി പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ കുറച്ച് സമയം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഓക്കെ, ഹലോ, പറ. സയൻസ് പഠിക്കുന്ന ആർട്സിലേക്ക് ആണെങ്കിൽ പോലും സയൻസ് വിഷയങ്ങൾ തന്നെ CUTക്ക് ഡൊമൈൻ ചെയ്യണം എന്ന് പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റി. അതെ, ആർട്സ് വിഷയങ്ങളാണ് ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ലാസ്റ്റ് പറഞ്ഞൊന്നുകൂടി പറയോ? +2 സയൻസ് പഠിച്ച കുട്ടികള് ആ. CUT ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആർട്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ CUTക്ക് അവർ ഡൊമൈൻ ചൂസ് ചെയ്യേണ്ടത് സയൻസ് തന്നെയാണെന്നോട് പറഞ്ഞു. അതെ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അവർ സയൻസ് പഠിച്ച കുട്ടി ആർട്സ് വിഷയങ്ങളാണ്, പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും ഒക്കെയാണ് അവര് ഓപ്റ്റ് ചെയ്ത് CUT എഴുതിയത്. പറ്റൂല. പറ്റില്ല എന്നാണ് അല്ലേ? അപ്ലൈ ചെയ്യാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ 250 രൂപ കൊടുക്കാം. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നില്ല, എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല. 2 ഡോക്യുമെന്റ് നിർബന്ധമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി കയറാൻ ഉദ്ദേശിക്കുന്നവർ നോക്കിയിരിക്കേണ്ട ഡോക്യുമെന്റ് ആണ്. ഒന്ന് 2024-25 അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഒരു BOI ഉണ്ട്, ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും ആ കോഴ്സ് എവിടെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഏതൊക്കെ വിമൻസ് ഓൺലി ആണ്, ഏതൊക്കെ ജനറൽ ആണ്, മിക്സ്ഡ് ആണ് എന്നുള്ളത്, അതിൽ എത്ര സീറ്റ് ഉണ്ട്, അതിൽ എത്ര സീറ്റ് റിസർവ്ഡ് ആണ്, അത് OBCക്ക് എത്ര ഉണ്ട്, SC/STക്ക് എത്ര ഉണ്ട്, ഇനി അതല്ലാത്ത മൈനോറിറ്റിക്ക് എത്ര ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി, ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ BOI 2024-25 ഡൽഹി യൂണിവേഴ്സിറ്റി UG എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഡോക്യുമെന്റ് കിട്ടും. അതിൽ കയറിയാൽ ഓരോ കോഴ്സും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ പറയും. സെക്ഷൻ 1A നിന്നും ഒരു ലാംഗ്വേജ് പ്ലസ് എനി 3 ഫ്രം സെക്ഷൻ 2 ദാറ്റ് സ്റ്റുഡന്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓരോന്നിന്റെയും എലിജിബിലിറ്റി പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ട് CUTന്റെ ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞ any1 ഫ്രം സെക്ഷൻ 1 പ്ലസ് any3 ഫ്രം സെക്ഷൻ 2 എന്നേ അത് പറയുന്നുള്ളൂ. ഹയർ സെക്കൻഡറി പഠിച്ചു എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യുന്നില്ല നമ്മൾ CUTന്റെ അതിലേ. അതനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്തത് CUTക്ക്. മനസ്സിലായി, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. അഥവാ നിങ്ങൾ CUTന്റെ വെബ്സൈറ്റ് നോക്കിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിലും ബാക്കി പരിപാടികളൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു പരിപാടിയാണ് എടുക്കുക. ഒരു പറയും +2 പഠിച്ച സംഭവങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ എന്നുള്ളത്. ഒരു കുറച്ചു കാലമായിട്ട് ഒരു സ്വീകരിച്ചു വരുന്ന ഒരു പോളിസിയാണ്. +2 അത് പഠിച്ച കുട്ടികൾ എന്ത് ചെയ്താൽ മതി, അടുത്ത് വന്നാൽ മതി എന്നുള്ളതാണ് ഓരോ പോളിസി. അത് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും കേട്ടോ. ഒരു അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഹലോ, സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സൈക്കോളജി, ജേർണലിസം, മാസ് മീഡിയ ഒക്കെ പഠിച്ചത്. അപ്പോ ഈ സബ്ജക്ട് മാപ്പിന്റെ കാര്യത്തിൽ എന്തായത് വിഷയം വരുമോ? വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങള് സൈക്കോളജി എഴുതിയിട്ടുണ്ടോ CUTയില്? എഴുതിയിട്ടുണ്ട്, യെസ് ആണോ? വോയിസ് ക്ലിയർ ആയില്ല, സോറി. എനിവേ നിങ്ങൾ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതുമായിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസ് നിങ്ങൾ CUTയിൽ എഴുതണം. അതാണ് നിങ്ങൾ സബ്ജക്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അല്ല, ഞാൻ എഴുതിയിട്ടുണ്ട്, സൈക്കോളജി, മാസ് മീഡിയ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, നിങ്ങൾ അത് കൊടുത്താൽ മതി, നിങ്ങളെ കൺസിഡർ ചെയ്യും. ആണോ? അപ്പോ വേറെ 3 ഡൊമൈൻ സബ്ജക്റ്റിൽ വേണ്ടുള്ളൂ. അപ്പൊ ഇത് 2 ആയിട്ടുള്ളൂ. മൂന്നാമതൊന്നും എഴുതിയിട്ടില്ലേ? അപ്പോ അതിന്റെ കൂടെ അല്ല, ഈ
ഇല്ല, രണ്ടെണ്ണേ ഉള്ളൂ. സൈക്കോളജി മാസ് മീഡിയ വരുന്നുള്ളൂ. ടിക്കറ്റ് ഇംഗ്ലീഷിൽ, പിന്നെ ലാംഗ്വേജ് ഇല്ലേ വരുന്നേ? ഇംഗ്ലീഷ്. വേറൊരു ഡൊമൈനും കൂടി ഇല്ല നിങ്ങൾക്ക്? ഇല്ലില്ല. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, ജേർണലിസം, സൈക്കോളജി, പിന്നെ 2 ഇതേ ഉള്ളൂ. 6 സബ്ജക്റ്റാ ഉള്ളത്. ലാംഗ്വേജും 2 ലാംഗ്വേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മലയാളം ഇംഗ്ലീഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് 2 വന്നു അല്ലേ? 3 ഉണ്ട്. ലിറ്ററേച്ചർ ഉണ്ട്. 3 ഇംഗ്ലീഷ് ഉണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന് ഒരു 3 വട്ടം 2 വട്ടം പരിഗണിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. ആണോ? നിങ്ങളുടെ 501 നിങ്ങളുടെ ജനറൽ ഇംഗ്ലീഷിന്റെ മാർക്കിന് പോലും 2 വട്ടം പരിഗണിക്കുമെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം അവർക്ക് ചുരുങ്ങിയത് 4 ഡൊമൈനെങ്കിലും ഒരു മിക്കവാറും എടുക്കണം. ഇല്ലാതെ അവർക്ക് മാപ്പ് ചെയ്യാൻ കഴിയൂല. 800-ലായിരിക്കും മാർക്ക് എടുക്കുന്നുണ്ടാവുക. 2 വട്ടം പരിഗണിക്കുമെന്ന് വിചാരിക്കാം. മാസ്റ്റേഴ്സും സൈക്കോളജിയും ഇംഗ്ലീഷും പ്ലസ് നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടി പരിഗണിക്കുമെന്ന് വിചാരിക്കാം. അതിന്റെ കൂടെ +2 മാർക്ക് പരിഗണിക്കും ചിലപ്പോ. +2 മാർക്ക് ഇപ്പൊ എന്തായാലും നോക്കൂല. ടൈ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. ആണല്ലേ? ഓക്കെ. സോറി. പിന്നെ ഈ തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് ഒരു ഡൗട്ട് ഉള്ളത് പറഞ്ഞു. ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതൊരു ലിമിറ്റഡ് നമ്പർ ഉണ്ടോ? ആസ് മെനി ആസ് യു ക്യാൻ. നിങ്ങൾക്ക് എത്ര വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഒരു 10 കോളേജ് 10 കോഴ്സ് വേണേലും നമുക്ക് അതിൻ്റെ അത് സെലക്ട് ചെയ്യാമോ? ഓ, 10 ആക്കണ്ട, ഒരു 20 കൊടുത്തോളി. ഓക്കെ. അപ്പൊ പക്ഷെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നത് ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടതല്ലേ? ആദ്യം കൊടുക്കണ്ടേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ കൊടുത്തു പോകേണ്ടത്. അതേ ഓർഡറിൽ കൊടുക്കണം. ഓക്കെ. സാറേ, പിന്നെ BA പ്രോഗ്രാമിനെ പറ്റിയും കൂടെ ഒന്ന്, നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ BA പ്രോഗ്രാമിനെ പറ്റിയും കൂടെ ഒരു ഐഡിയ. അത് BA പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ബാക്കിയുള്ള ഓണേഴ്സ് ഡിഗ്രികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റഫ് ഐഡിയ തരാം. കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം, ന്യൂ എഡ്യൂക്കേഷൻ അല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നതിന് ശേഷം, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഭയങ്കര കാര്യമായ മാറ്റങ്ങൾ അതിന്റെ സ്ട്രക്ചറിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതല്ല എക്സാക്ട് പേപ്പറിന്റെ പേര്, പേപ്പറിന്റെ സ്ട്രക്ചർ, കോഴ്സിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ ജനറൽ ഒരു ഏകദേശ ധാരണ തരാണ്. ഓരോ കോഴ്സിന് കയറിയാലും പല സംഭവങ്ങളായിരിക്കും. കാരണം കുട്ടിക്ക് തോന്നുന്നത് പഠിക്കുക, കുട്ടിക്ക് കഴിവുള്ളത് പഠിക്കുക, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ ആസ്പിറേഷൻസ് എവിടെയാണോ, അവന്റെ സ്കിൽ എവിടെയാണോ, ഓൻ എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇഷ്ടം, അത് ചൂസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് പുതിയ സംഭവം. അപ്പം ഓരോ കുട്ടിക്കും വേണ്ട സാധനം അവിടെ പോയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ പകുതി മുക്കാൽ പേപ്പറുകളും അവനവന്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാനുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാവില്ല, നിങ്ങൾ അവിടെ പോകുമ്പോൾ കാണുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു ജാമ്യം എടുക്കുന്നത്. ജനറലി ഇങ്ങനെയാണ് ഓണേഴ്സ് ഡിഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള 3 ഇയർ ഡിഗ്രികൾ, ഒരു സ്പെസിഫിക് ഒറ്റ സിംഗിൾ മേജർ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, ഇപ്പൊ BA ഓണേഴ്സ് സൈക്കോളജി, അല്ലെങ്കിൽ BA ഓണേഴ്സ് എക്കണോമിക്സ്, അല്ലെങ്കിൽ BA ഓണേഴ്സ് ജിയോഗ്രഫി, ജിയോളജി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പോൾ ആ ഒരു ഡൊമൈൻ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആണ്. അതായത് നിങ്ങളുടെ മേജർ എന്നാ പറയാ അതിന്. അതിൽ നിങ്ങൾക്ക് ഒരു ഇത്ര നമ്പർ ഓഫ് പേപ്പറുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ടാവും. പുതിയ സിസ്റ്റത്തിൽ ഇത്ര ക്രെഡിറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ടതുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൈനർ ചൂസ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മുടെ നാട്ടില് സബ്സിഡറി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ അറിയപ്പെടുന്ന പേപ്പർ, അതിന് മൈനർ എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾക്ക് മൈനർ ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു പേപ്പർ നിങ്ങൾക്ക് മറ്റൊരു വിഷയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിയോളജി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് തന്നെ എക്കോളജി എടുക്കുക, അല്ലെങ്കിൽ എൻവയോൺമെന്റ് സ്റ്റഡീസ് എടുക്കുക, അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കാൻ പറ്റും. പിന്നെ അതിന് പുറമെ സ്കിൽ എൻഹാൻസ്മെന്റ് പേപ്പർ, വൊക്കേഷണൽ എബിലിറ്റി പോലുള്ള, അല്ലെങ്കിൽ ജനറൽ എലക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് പോലുള്ള പിന്നെ കുറെ പേപ്പറുകൾ ഇതേപോലെ അഡീഷണൽ ആയിട്ടുള്ള, അതൊക്കെ പിന്നെ അലങ്കാരങ്ങളും പൊടിപ്പ് തൊങ്ങൽ പരിപാടികളാണ്. സ്കിൽ പറഞ്ഞില്ലേ, അത് ആവശ്യമില്ലാത്തതെന്നല്ല പറയുന്നത്, പക്ഷെ അതൊക്കെ ഇതിന്റെ കൂടെയുള്ള കുട്ടീനൊന്നും കൂടി പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയുള്ള, ഒന്നുകൂടി വൊക്കേഷണലി ട്രെയിൻഡ് ആക്കാൻ, ഒന്നും കൂടി ഒരു 20th സെഞ്ചുറി സ്കിൽസ്, 21st സെഞ്ചുറി സ്കിൽസ് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള ഓണേഴ്സ് കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു മേജർ ഉണ്ടാവും, പിന്നെ ഒരു മൈനർ പരിപാടികളുണ്ടാവും. എന്നാൽ BA പ്രോഗ്രാമുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള 2 പ്രോഗ്രാംസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്താ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒന്നുകിൽ ഹിസ്റ്ററിയും സംസ്കൃതമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയാം. അതിന് പുറമെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സെക്ക് വാക്ക് അഥവാ സെക്ക് വാക്ക് എന്നൊക്കെ പറയുമ്പോൾ SEC എന്നാട്ടോ അതിന്റെ പേര്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നൊക്കെയാണ്. അതേപോലെ തന്നെ വാക്ക് എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ എബിലിറ്റി ട്രെയിനിങ് അങ്ങനെ എന്തോ ആണ്. അതേപോലെ ജനറൽ എലക്ടീവ് GE എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേപ്പറുകളുണ്ട്. അപ്പൊ അതൊക്കെ ഈ രണ്ടെണ്ണം ഈക്വലി ഒരേ സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്നതിന് കൂടെ ബാക്കി പേപ്പറുകൾ ഉണ്ടാവും അതിന്റെ കൂടെ പഠിക്കാണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു യൂണിവേഴ്സിറ്റിക്ക് BA ഹോണേഴ്സ്, BSc ഹോണേഴ്സ് സുവോളജി, BSc ഹോണേഴ്സ് എക്കോളജി, BSc ഹോണേഴ്സ് ജിയോളജി, BSc ഹോണേഴ്സ് ജിയോഗ്രഫി, BA ഹോണേഴ്സ് സൈക്കോളജി, സോഷ്യോളജി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈ മേജറുകളുള്ള കോഴ്സുകൾ ഒരു 79 എണ്ണം കൊടുക്കാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്ന് ഓരോന്നിന്റെ മീൻസ് ഇതിന്റെ കോമ്പിനേഷൻസ് എടുത്ത് നോക്കി ഇപ്പൊ ഒരു BA പ്രോഗ്രാം പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി, അത് ഒരു BA പ്രോഗ്രാമാണ്, അത് ഒരു കോമ്പിനേഷൻ. പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് ടർക്കിഷ്, പൊളിറ്റിക്കൽ സയൻസ് അറബിക്, പൊളിറ്റിക്കൽ സയൻസ് ഉറുദു, ഇങ്ങനെ കൂടെയുള്ള ഓരോ ഡിഫറെന്റ് കോമ്പിനേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറെയുണ്ട്. അങ്ങനത്തെ 183 കോമ്പിനേഷനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഓക്കെ, ഇതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു. രണ്ടും 3 years തന്നെയാ? 3 years തന്നെയാ രണ്ടിന്റെയും? 3 അല്ല 4 ആയിട്ടുണ്ട്. NEP-ന്റെ ഭാഗമായിക്കൊണ്ട് എല്ലായിടത്തും FYUGPs ആണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. FYUGP എന്ന് പറഞ്ഞത് ഓക്കെ, അപ്പൊ ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി 4 years ആണ് UG, 3 അല്ല? കഴിഞ്ഞ 2 വർഷമായിട്ട് 4 year ആണ്. ഓക്കെ, BA ആണേലും BA ഹോണേഴ്സ് ആണേലും രണ്ടാണേലും? അതെ യെസ്. അല്ല സാർ, എന്റെ ഒരു ഡൗട്ട്, നമ്മുടെ BA 4 years കഴിയുമ്പോ നമുക്ക് BA ഹോൺ അങ്ങനെ കിട്ടുമോ? BA പ്രോഗ്രാം ഇപ്പൊ 4 years നമ്മൾ പഠിച്ചു കഴിയുമ്പോ BA ഹോണേഴ്സ് ആയി മാറുമോ? ഇല്ല, അത് BA പ്രോഗ്രാം ആയിട്ട് തന്നെയാ? അത് പ്രോഗ്രാം തന്നെയാണ്. ഓക്കെ. ഇത് പ്രോഗ്രാം തന്നെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയങ്കര സോളിഡ് ആയിട്ട് അത് പ്രോഗ്രാം മാത്രമേ കിട്ടുള്ളൂ എന്നൊന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞില്ലേ NEP 2020 എന്ന് പറയുന്നത് കുറെയൊക്കെ ഫ്ലെക്സിബിൾ ആണ്. കുറെയൊക്കെ ഫ്ലെക്സിബിൾ പറഞ്ഞു കഴിഞ്ഞാല് കൈൻഡ് ഓഫ് ഒരു കുറച്ച് നീളം കൂടിയ കയറുമ്പോ കെട്ടിട്ട് ഓടിക്കോളി എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് വല്ലാതെ ഒന്നും ഓടാനൊന്നും പറ്റൂല, എന്നാലും കുറെയൊക്കെ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ചിലപ്പം ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓണേഴ്സ് ആക്കി മാറ്റാനോ അല്ലെങ്കിൽ മേജർ ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊവിഷൻസ് NEP-ന്റെ ഭാഗമായിക്കൊണ്ട് എന്തുണ്ട് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കോ കോളേജ് അംഗീകരിക്കോ എന്നുള്ളതിനനുസരിച്ചിരിക്കും. നോർമൽ കേസിൽ BA ഹോണേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ആൾക്ക് ഇറങ്ങാൻ പറ്റൂല. വാല്യൂ പക്ഷെ എപ്പോഴും നമ്മൾ BA ഹോണേഴ്സ് ഡിഗ്രിക്ക് തന്നെയല്ലേ BA പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോ? അങ്ങനെ ഉണ്ടോ? മുമ്പൊക്കെ അങ്ങനെ പറയാമായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരുവിധം എല്ലാതും പേഴ്സണലി ഇപ്പൊ പറഞ്ഞ പോലുള്ള പേപ്പറുകളൊക്കെ പറഞ്ഞില്ലേ, ഒരാള് എവിടെ പോവാൻ ഉദ്ദേശിക്കുന്നു, അവന്റെ ഭാവി എന്താണ്, അവൻ എന്താണ് പ്രൊഫഷൻ, ഏതാണ് അവന്റെ ഫീൽഡ് എന്ന് അവൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള പേപ്പറാണ് ഓൻ ഈ പറഞ്ഞ 4 വർഷങ്ങളിൽ ചൂസ് ചെയ്യുന്നത്. 2 വർഷം കഴിയുമ്പോൾ മേജർ മാറ്റാൻ വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ ഞാൻ BA ഓണേഴ്സ് സൈക്കോളജിക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് 2 വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുകയാണ് സൈക്കോളജി അല്ല എന്റെ ഫീൽഡ്, എക്കണോമിക്സ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് എക്കണോമിക്സിലാക്കി മാറ്റാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. ഇപ്പോൾ 1 വർഷം പറ്റുമോ, ഒറ്റവട്ടം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനത്തെ വരെ ഓപ്ഷൻസ് ഉണ്ട്. സോ എന്താ പറയാ, ഹോണേഴ്സ് ആണ് മറ്റേതാണെന്നുള്ളതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ചേഞ്ചുകളൊന്നും നമുക്ക് പറയാൻ കഴിയൂല. ഇതേപോലെ മേജറും സംഭവങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഒരുവിധമൊക്കെ ഒരേ പേപ്പറുകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെ ആ കോഴ്സിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് എന്തിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒരു സാധനം ബെറ്റർ അല്ല അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കേസിൽ പറയാൻ കഴിയൂല. പറഞ്ഞോ. ഞാനിപ്പം BA അറബിക്കാണ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ CUT-യിൽ എഴുതിയത് അറബി, ഇംഗ്ലീഷ്, ജനറൽ, ആ 3 മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് DL കൊടുക്കാൻ പറ്റുമോ? ഓണേഴ്സിന് എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഇപ്പൊ +2 പഠിച്ചത് പറഞ്ഞല്ലോ, ഞാന് പ്രിലിമിനറി ആയിരുന്നു, അഫ്സലുൽ ഉലമ പ്രിലിമിനറി. അതിൽ ഫുൾ അറബി, ഒരു ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ എന്താ പറ്റുമോ? അപ്പൊ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഓണേഴ്സ് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൺവിൻസ് ചെയ്യാൻ കഴിയൂല നമുക്ക്. നമ്മൾ കുറെ പേപ്പറും സാധനമൊക്കെ കൊടുത്ത് കംപ്ലൈന്റും മെയിലൊക്കെ അയച്ചു വരുമ്പോഴേക്കൊന്നും ശരിയാവും തോന്നുന്നില്ല. നിങ്ങൾക്ക് BA പ്രോഗ്രാമുകൾ പറ്റുമായിരിക്കും. അഥവാ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് അറബിക്ക്,
അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് സംസ്കൃത് പ്ലസ് അറബിക് അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ മിക്കവാറും കോമ്പിനേഷൻസിനൊക്കെ ചിലപ്പം ഈ പറഞ്ഞതുപോലെ പ്ലസ് ടുവിൽ പഠിച്ച 3 എണ്ണം വേണമെന്നൊന്നും ഒരു പറയില്ല. ഒരു ജനറൽ ടെസ്റ്റും അറബിയും ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ കയറാൻ പറ്റും എന്ന് പറയും ചിലപ്പോൾ. അങ്ങനത്തെ ഒക്കെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് ആ പറഞ്ഞ 1+3 എന്നുള്ള സംഭവത്തിനോട്, ആ ഇക്വേഷനോട് അഡ്ഹർ ചെയ്തോളം നിർബന്ധമല്ല. അപ്പം ചില BA പ്രോഗ്രാം സാധനങ്ങൾക്കൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു കുറച്ചൊക്കെ റിലാക്സേഷൻ തരും. അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. കഴിഞ്ഞതിന് മുമ്പത്തെ ഹോണേഴ്സിൽ എന്തായാലും നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല. 3 ഡൊമൈൻ എന്തായാലും വേണോ? 3 എണ്ണം വേണം. പക്ഷെ ഇപ്പൊ ഇതില് പറയുന്ന പ്ലസ് ടുല് പഠിച്ച 3 എണ്ണം എന്നാണല്ലോ. നിങ്ങൾ പ്ലസ് ടു ഞാൻ പഠിച്ച plus CUT-ൽ കിട്ടൂലല്ലോ. നിങ്ങൾ അഫ്ലലിന് പഠിച്ച പ്രിലിക്ക് പഠിച്ച സംഭവങ്ങൾ നിങ്ങൾക്ക് CUT-ൽ എഴുതാൻ കഴിയൂലല്ലോ. നിങ്ങൾക്ക് ആകെ ലിറ്ററേച്ചർ എഴുതാൻ പറ്റുന്നുണ്ടാവും. അല്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ അറബി 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ കൂട്ടോ? നിങ്ങൾ കൊടുത്തു പോയിക്കോളി. എന്തായാലും നിങ്ങൾ BA പ്രോഗ്രാമിന് കൊടുക്കണേ, നിങ്ങൾ അപേക്ഷിക്കണ്ടേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ BA ഓണേഴ്സും കൂടി കൊടുത്തോളി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ കുറെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല കോമ്പിനേഷനിലുള്ള കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി പോലും പല സമയങ്ങളിലും ഇല്ല. ഇത് DUന്റെ മാത്രമാണോ അതോ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണോ? ഇപ്പൊ ഇഫ്ലു പോലെ എല്ലാവരും ഇവര് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ഓക്കെ. വേറെ പലയിടത്തും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അവിടെയൊക്കെ ജനറൽ ടെസ്റ്റ് മാത്രം മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് മാത്രം മതി, അല്ലെങ്കിൽ സെക്ഷൻ 1A ഏതെങ്കിലും ഒരു ലാംഗ്വേജും ജനറൽ ടെസ്റ്റ് മാത്രം മതി. അങ്ങനെയൊക്കെ പറയുന്ന കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അറബി. അറബി മാത്രം കൊണ്ട് കയറാനുള്ളതുണ്ട് എവിടെങ്കിലും? ഇപ്പൊ ജനറലും ഇല്ല, എവിടെയും ഇംഗ്ലീഷും ഇല്ല, അറബി ഒരു സ്ഥലം ഉണ്ടോ? ജാനുവിലൊന്നും പറ്റില്ല. ജാനുവില് ജനറൽ ടെസ്റ്റ് വേണ്ടേ, ഈ ഇംഗ്ലീഷ് വേണ്ടേ? അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേറെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡൽഹിയിൽ ഇപ്പൊ ഡുവൽ ഡിഗ്രി എടുക്കാ? ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ മീൻ ഒരു മേജറും ഒരു മൈനറും. ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് NEP ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ മേജർ മൈനർ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതന്നെയല്ലേ നിങ്ങൾ ചോദിച്ചത്? ആണെന്ന് വിചാരിക്കും. ഓക്കെ, അഥവാ അവിടെ ഈ പറഞ്ഞ എന്താ പറയാ, മേജർ മൈനർ പരിപാടിയാണ് അവിടെ എന്ത് ചെയ്യണത്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NEP-ന്റെ ഭാഗമായിക്കൊണ്ടുള്ള FYUGP കോഴ്സുകളാണ് അവിടെ എന്ത് ചെയ്യണത്, നടന്നുകൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ ആരാ? BA ഓണേഴ്സ് അറബിക്കിന് JNU-ൽ ഇതാണ് ക്രൈറ്റീരിയ. Candidates are required to opt section 1A English test and section 3 general test. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നിർബന്ധമാണ്. ഓക്കെ, വേറെന്താ ഡൗട്ട്സ് ഉള്ളേ? ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. മിൻഹ, വേറെന്തെങ്കിലും കമന്റ്? ഹലോ, പറഞ്ഞു. സാർ ഈ NCA-ല് ഞാൻ ഓൾറെഡി ഈ CUT-ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തത് മാർച്ചിൽ തന്നെയാണ്. പക്ഷെ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പാണ്. മാർച്ചിലാണ് എടുത്തത്, 31-ാം തീയതിക്ക് മുമ്പാണ്. അപ്പോ ഇതും മാറ്റണോ? ഇൻകം സർട്ടിഫിക്കറ്റിന്റെ മാത്രമല്ല, ഡേറ്റ് 31-ാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞേക്കണേ. NCA-ലും അതുപോലെ ആക്കണോ? ഇപ്പൊ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിച്ചോളിയും, പറഞ്ഞുതരാം. ഉണ്ടോ എന്തെങ്കിലും? പിന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും വന്നത്, എന്തെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, കമന്റ് ചോദിച്ചവരെല്ലാം മൈക്ക് ഓപ്പൺ ആക്കി ചോദിച്ചിട്ടുണ്ട് ഒരു വിധം. ഓക്കെ, ഫൈൻ. ഇതാ ഇങ്ങനെയാണ് പറയുന്നത്.
OBC NCL സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ in the name of candidate issued by the competitive authority wherein the caste is the OBC central ലിസ്റ്റ് NCBC ലിസ്റ്റിലുള്ള കാസ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് കുട്ടിന്റെ പേര് OBC സർട്ടിഫിക്കറ്റിലുള്ളതും അതേപോലെ തന്നെ ബോർഡ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റിലുള്ളതും +2+1 SSLC സർട്ടിഫിക്കറ്റിലുള്ളതും ഈ പറഞ്ഞ OBC NCL സർട്ടിഫിക്കറ്റിലുള്ളതും സെയിം ആവണം, ഡിഫറെന്റ് ആവരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതാണ്, സിമിലർലി ദ പാരന്റ്സിന്റെ നെയിം ഇതേപോലെ തന്നെ മാച്ച് ആവണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഓല് അടുത്തത് പറയുന്നത്. NCLന്റെ ഒരു ഡേറ്റ് ഓല് പറയുന്നില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ആഫ്റ്റർ March 31, 2024. ഞാൻ നേരത്തെ ഡേറ്റ് പറയാന്ന് പറഞ്ഞതാണ്. March 31 ശേഷം, അഥവാ മാർച്ച് മാസം ഏപ്രിൽ അല്ലെ, April 1 തൊട്ടിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാം, ഡൽഹി യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്യാന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ OBC NCL എന്ത് ചെയ്യണില്ല, പറയണില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ആഫ്റ്റർ March 31. അതിനുശേഷം അടുത്ത സെന്റൻസ് ആയിട്ട് ഒരു പറയുന്നുണ്ട്, ദ ഫോർമാറ്റ് ഓഫ് OBC NCL ഈസ് ഗിവൺ ഇൻ Annexure 4 എന്ന് പറയുന്നുണ്ട്. അപ്പം NCLന്റെ ഡേറ്റ് എന്ത് ചെയ്യണില്ല, അതിൽ പറയണില്ല. ഇനിയിപ്പോ അവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അത് അപ്ലിക്കേഷന്റെ ഉള്ളിൽ പറയേണ്ടതാണ്. അപ്ലിക്കേഷന്റെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ എന്ത് ചെയ്യണില്ല, ഇങ്ങനെ ഒരു ഡേറ്റിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത് കാണുന്നില്ല. ഞാൻ കയറി നോക്കിയിരുന്നു, അവിടെ അങ്ങനത്തെ ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നത് കാണുന്നില്ല. സോ OBC NCL പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി. ഇപ്പൊ ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത് പുതിയത് എടുത്തോളി. വെറുതെ നമ്മൾ പരീക്ഷിക്കണ്ടല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു പിടിച്ചിരിക്കായിരുന്നു. ഇതുപോലെ വിളിച്ചാലും കൂടി കിട്ടൂല. ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് നടക്കുക. അപ്പം അതിനൊക്കെ സമയം എടുക്കുന്നതല്ലേ, അപ്പൊ ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോകും. കഴിയുമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡോക്യുമെന്റ് എടുത്തോളി, വെറുതെ വാശി പിടിക്കാൻ നിൽക്കണം. ഓക്കെ സർ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് രണ്ടു പോരാ? NCL OBC സർട്ടിഫിക്കറ്റും പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ വേണ്ട? ഡൊമിസൈൽ അതിൽ ഡോക്യുമെന്റ് അപ്ലോഡിന്റെ സമയത്ത് ചോദിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് നോക്കി, ഡോക്യുമെന്റ് അപ്ലോഡിന്റെ സമയത്ത് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിന് ഡേറ്റ് ഉണ്ട്? അതിന് ഡേറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലാവധി കഴിഞ്ഞൊന്നും കൊടുക്കരുത് മക്കളെ. 1 വർഷത്തെ കാലാവധി ഉണ്ട്. ഇപ്പൊ ആ ഒരു സമയത്ത് എടുത്ത സാധനം കൊടുത്താൽ. സാറേ, നമ്മളിപ്പം ജനറലിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുമോ? ജനറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒന്നും ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി. ID പ്രൂഫ് ഒക്കെ ചോദിക്കണുണ്ടാവും, അപ്പൊ അതൊക്കെ സെറ്റായി കൊടുത്തേ. ഓക്കെ, ഓക്കെ. വേറെന്താ? കുറേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. NCL കിട്ടാൻ എത്ര ഇൻകം വരെ ആകാം ചോദിച്ചിട്ടത്. NCLന്റെ ഇൻകം ലിമിറ്റ് അതൊരു വിറ്റാണ്. അഥവാ ചിലപ്പോ 10 ലക്ഷമുള്ള ആൾക്കും ചിലപ്പം OBC NCL ആയിരിക്കും. അഥവാ ഉമ്മയും ഗവൺമെന്റ് ജോലിക്കാരായിട്ടുള്ള ചില മക്കളും എന്താണ് OBC NCL പെട്ട ആളുകളാണ്. ചിലപ്പോൾ 1 ലക്ഷം റുപ്യോ 2 ലക്ഷം റുപ്യോ എന്താ പറയാ വാർഷിക വരുമാനം കാണിക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യൂല, OBC NCL പെടൂല്ല. അപ്പൊ അതിന് ഇൻകത്തിന്റെ ഇത്ര ലിമിറ്റ് ഒന്നുമില്ല. അത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് വേണം പറയാൻ. അപ്പൊ 6 ലക്ഷം 7 ലക്ഷം രൂപ സിംഗിൾ പാരന്റിന്റെ സാലറി ഉള്ള ഗവൺമെന്റ് എംപ്ലോയി ചിലപ്പോൾ OBC NCL പെട്ടതായിരിക്കും. സെയിം ടൈം 13 ലക്ഷമോ അല്ലെ 10 ലക്ഷം രൂപ എന്താ പറയാ സാലറി ഉള്ള ബോത്ത് പാരന്റ്സ് ജോലിക്ക് പോണ കുട്ടികളുണ്ടാവും. ഓരോ OBC NCL പെട്ടവരുള്ളതായിട്ട് അറിയാം. എന്നാൽ 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യ ഒക്കെ കാണിച്ച പലരെയും OBC NCL സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുത്തു നോക്കിയെന്നതിനെ പറയാൻ പറ്റുള്ളൂ. മൊത്തം അസറ്റ്സും സാധനങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ തീരുമാനമാവുക. സാലറി ഇൻകം ഇത്രയെന്നുള്ളതിലൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേറെന്തെങ്കിലും ചോദിച്ചോ? ഫേസ് 1 ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കട്ട് ഓഫിനെ പറ്റിയിട്ടും മിനിമം എത്ര സ്കോർ വേണ്ടി വരും എന്നുള്ള കാര്യം ചോദിക്കുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരമല്ല. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷൻ നടന്നാലല്ലേ നമുക്ക് മൊത്തം ഒരു സ്കോറെങ്കിലും പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് റിസൾട്ട് എങ്കിലും വന്നാലല്ലേ എന്താ ട്രെൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും എന്നല്ലാതെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോ വർഷം അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും.
ഓക്കെ. സാറേ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയിട്ട് ഓഫ് എത്രയായിരുന്നു? ഏത് കോഴ്സിൻ്റെതാണ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാല് അതിലൊരു ഉത്തരം ഡൽഹിയില് നിങ്ങൾ ചിലപ്പം ബിയോണേഴ്സ് സോഷ്യോളജിക്ക് അവിടെ കയറിയ ആളെ ലാസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 600 ഏക്കാരം അല്ലെങ്കിൽ 620 ഏക്കാരം 800 അല്ലെ ചിലപ്പോൾ 700 ആയിരിക്കും. അതൊരു അതെന്താ പറയാ, അതൊരു നിലക്കും നമുക്കൊരു റെഫറൻസേ അല്ല. നമ്മളത് നോക്കിയിട്ട് നമുക്കൊരു കാര്യമല്ല. നമ്മൾ വെറുതെ അതിനെ പറ്റി ചിലപ്പോൾ ഒന്നുകിൽ നമുക്ക് അത്ര മാർക്ക് ഇല്ലാണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കോൺഫിഡന്റ് ആയിരിക്കും എനിക്ക് അത്ര മാർക്ക് ഉണ്ട്. അത് രണ്ടും നമുക്ക് ദോഷേ ചെയ്യുള്ളൂ. അപ്പം ഈ വർഷത്തെ എന്താന്ന് വെച്ചാല് അപ്ലൈ ചെയ്യുക, വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതാണ്. ആ 250 ഉറുപ്പ്യ ഉള്ളൂ. അപ്പം അപ്ലൈ ചെയ്യാതിരിക്കണ്ട. അത് വലിയ പൈസ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും ഒബ്വിയസ്ലി, പക്ഷെ മാക്സിമം അത് അപ്ലൈ ചെയ്തിടുക, അത് അപ്ലൈ ചെയ്യാതിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറ് ഈ ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നു എൻറോൾമെന്റ് നമ്പറോ രജിസ്ട്രേഷൻ നമ്പറിനും അതിനകത്ത് എൻറോൾമെന്റ് നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം സെം 1ന്റെ എക്സാമിന്റെ ഹാൾ ടിക്കറ്റിൽ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ രജിസ്റ്റർ നമ്പർ അല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? രജിസ്റ്റർ നമ്പർ അതാണ്. അഥവാ നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള നമ്പർ ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരു 2 നമ്പറും ഒരു ഇയറിൻ്റെതും പിന്നെ 2 ലെറ്ററും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവില്ലേ? അതാണ് നിങ്ങൾ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത് അതൊരു പെർട്ടിക്കുലർ എന്താ പറയാ നമ്പർ മാത്രമായിരിക്കും, ഡിജിറ്റ്സ് മാത്രമായിരിക്കും, ന്യൂമറിക്സ് മാത്രമായിരിക്കും. അതില് എയ്തർ എൻറോൾമെന്റ് നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താ പോരെ? മതി. ഇനി ഡൗട്ട്സ് ഉണ്ടോന്ന് അറിയില്ല. എന്റെ ഫോൺ ഏകദേശം മരിക്കാനായിക്കണ്. ഞാൻ ഒന്ന് ചാർജിന് കുത്തിയിരുന്നു. ഒരു സെക്കൻഡ്. നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഓരോ ഫേസിലും ഓരോരോ പേയ്മെന്റാ? ഈ ഒരൊറ്റ പേയ്മെന്റ് മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈം. പിന്നീട് നിങ്ങൾ അഡ്മിറ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ എന്താ പറയാ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഫേസ് 1 നിർബന്ധ? ഏതാണ്? ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് മിസ്സിനാണോ ചോദിച്ചത്? അല്ലല്ല, നിർബന്ധമല്ല. നിർബന്ധമല്ലെന്ന് വെച്ചാൽ എടുത്തു വെച്ചുക, നമുക്ക് ഫേസ് 1ന്റെ സമയത്ത് ആവശ്യമല്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന് പകരം നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല? അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞാ മതിയോ? ആ ചോദിച്ച ആള് ആരാ എന്ന് പറയോ? ആൻസ്റ്റിന. നമ്മളെ ഗ്രൂപ്പിലുണ്ടാ? ഞാൻ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ ഫൈൻ. ഒന്ന് DM മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു, നമ്മുടെ ടൈം കുറേ ആയിട്ടുണ്ട്. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, നമുക്ക് ഗ്രൂപ്പിൽ ക്ലിയർ ആക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. വൈൻഡപ്പ് ചെയ്താലോ? ഹലോ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയാണ്. അതേപോലെ തന്നെ ക്ലാസ് ഹാൻഡിൽ ചെയ്ത ഹാദിക്കാക്കും താങ്ക്സ് പറയാണ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.